أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد ആദരണീയരായ സഹോദരന്മാർ, ഞങ്ങളുടെ മാന്യ പ്രേക്ഷകർ, മലപ്പുറം ജില്ലയിലെ ആദർശ പ്രചാരണ രംഗത്ത് സ്തുത്യർഹമായ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ശ്രദ്ധേയമായ സ്ഥാപനമാണ് മർക്കസു തസ്കിയത്തിൽ ഇർഷാദിയ കൊളത്തൂർ എന്ന് പറയുന്ന സ്ഥാപനം. അഭിവന്യരായ കൊളത്തൂർ അലവി സഖാഫി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ അൽ അർഷദി ആദർശ പഠന കോഴ്സ് വളരെ ശ്രദ്ധേയമായിട്ട് കേരളത്തിനകത്തും പുറത്തും നടന്നു വരികയാണ്. നാളിതുവരെയായിട്ട് 400ഓളം അർഷദി പണ്ഡിതന്മാർ ഈ കോഴ്സിലൂടെ ബിരുദമെടുത്ത് പുറത്തിറങ്ങിയിട്ടുണ്ട്. അർഷദി പഠനം പൂർത്തീകരിച്ച പണ്ഡിത സുഹൃത്തുക്കളുടെ കൂട്ടായ്മയായിട്ടുള്ള കൗൺസിൽ ഫോർ അർഷദി സ്കോളേഴ്സ് ഈ കഴിഞ്ഞ കാലഘട്ടത്തിനിടയിൽ ടോക്ക് സീരീസുകളിലൂടെ വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് നിങ്ങളോട് സംവദിച്ചിട്ടുണ്ട്. കാലോചിതമായിട്ട് ആദർശബന്ധമായിട്ടുള്ള വ്യത്യസ്തമായ പഠനപ്രധാനമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ചക്കെടുക്കുകയും ഗഹനമായ ചർച്ചകൾ നടത്തുകയും അത് പ്രേക്ഷകരിലേക്ക് എത്തുകയും ചെയ്ത അതിൻ്റെ ഒരുപാട് എപ്പിസോഡുകൾ മുമ്പ് കഴിഞ്ഞത്. നിങ്ങളൊരു പക്ഷേ അതിൻ്റെ ശ്രോതാക്കളാണ്. നിങ്ങൾ നേരത്തെ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഇൻഷാ അള്ളാഹ്, ഇന്ന് ഈ സെഷനിലൂടെ നാം ഉദ്ദേശിക്കുന്നത് വർത്തമാന കാലത്ത് സാമൂഹിക മാധ്യമങ്ങളിലൂടെയും ചാനലുകളിലൂടെയും പൊതുമണ്ഡലങ്ങളിൽ തന്നെയും ഏറെ ചർച്ചയ്ക്ക് വിഷയീഭവിച്ചിട്ടുള്ളതും കൂടുതൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും വീക്ഷണങ്ങളും പലരും വെച്ച് പുലർത്തുകയും ചെയ്യുന്ന സ്ത്രീ പള്ളി പ്രവേശവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇന്ന് സമൂഹത്തിൽ വിവരമുള്ളവരും അറിവില്ലാത്തവരും എല്ലാവരും ഇതിനെ സംബന്ധിച്ച് പ്രതികരിക്കുന്നു. എല്ലാവരും ഇതിനെ സംബന്ധിച്ച അഭിപ്രായങ്ങളും തങ്ങളുടെ നിലപാടുകളും സമൂഹത്തോട് പറയുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ നിലപാടുകളും കാഴ്ചപ്പാടുകളൊക്കെ സമൂഹത്തോട് പറയുമ്പോൾ ഇതിൽ ഏതാണ് ശരി, ഏതാണ് വിശുദ്ധമായ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളോട് യോജിച്ചത് എന്നറിയാതെ ചിലരെങ്കിലും ശങ്കിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ അതിൻ്റെ കൃത്യമായ മതനിലപാട് ആധികാരിക രേഖകളിൽ നിന്ന് പറയുന്ന ആ ഒരു ദൗത്യമാണ് അർഷദി പണ്ഡിതന്മാർ ഇവിടെ നിർവഹിക്കുന്നത്. ഇൻഷാ അള്ളാഹ്, ഈ അടുത്തായിട്ട് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്ത വ്യത്യസ്തമായ വിഷയങ്ങളൊക്കെ ഇവിടെ ചർച്ച വരും. മുസല്ല നിസാവുമായി ബന്ധപ്പെട്ട ചർച്ച, സ്ത്രീ പള്ളി പ്രവേശവുമായി ബന്ധപ്പെട്ട ചർച്ച, മക്ബറകളിലേക്കും അതുപോലെ തന്നെ മറ്റുമുള്ള സ്ത്രീകളുടെ യാത്ര, അതുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൻ്റെ നിലപാടെന്ത്, അങ്ങനെയുള്ള ചർച്ചകളൊക്കെയും ഒടുവിൽ കൂടുതൽ സാമൂഹിക മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ള ആനുകാലികമായിട്ടുള്ള പ്രതികരണങ്ങളടക്കം ഇൻഷാ അള്ളാഹ് ഈ ചർച്ചയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി കഴിയും. ഈ ചർച്ചയിൽ പങ്കെടുത്ത് വിഷയാവതരണങ്ങൾക്കും ചർച്ചകൾക്കും നേതൃത്വം നൽകുന്നത് സയ്യിദ് അൻവർ സാദാത്ത് സാദി അൽ അർഷദി കാം ഖുർആൻ അക്കാഡമി പ്രിൻസിപ്പൽ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സയ്യിദ് അലവി നിസാമി അൽ അർഷദി MIT ശരിയത്ത് കോളേജ് പ്രിൻസിപ്പൽ, ബഹുമാനപ്പെട്ട ഷെരീഫ് സഖാഫി അൽ അർഷദി ഇർഷാദിയ ഖുർആൻ അക്കാഡമി പ്രിൻസിപ്പൽ, ബഹുമാനപ്പെട്ട മൂസൽ അമീൻ സഖാഫി അൽ അർഷദി ബദറുൽ ഹുദ ദാവ കോളേജ് മൂന്നിയൂർ പ്രിൻസിപ്പൽ. ഇൻഷാ അള്ളാഹ്, എല്ലാവരും വ്യത്യസ്തമായ ചർച്ചകളുമായിട്ട് നമ്മോടൊപ്പം ഉണ്ടാകും. എല്ലാ പാനലിസ്റ്റുകളെയും അതുപോലെ തന്നെ എൻ്റെ മാന്യ ശ്രോതാക്കളെയും ഹാർദവമായിട്ട് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൗൺസിൽ ഫോർ അർഷദി സ്കോളേഴ്സിൻ്റെ നേതൃത്വത്തിലായി നാളിതുവരെയായി ഒരുപാട് ടോക്ക് സീരീസുകൾ നമ്മൾ സംഘടിപ്പിച്ചു. അതിലൊക്കെയും ആദർശപരമായ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ചർച്ചക്കെടുക്കുകയും ചെയ്തു. ഇവിടെ അഷ്റഫ് സഖാഫി ഓർമ്മപ്പെടുത്തിയതുപോലെ സ്ത്രീ പള്ളി പ്രവേശനവുമായി ബന്ധപ്പെട്ട ചർച്ചയിലാണ് നമ്മൾ ഇന്ന് ഈ ടോക്ക് സീരീസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. മുസ്ലിം സ്ത്രീകൾക്ക് പള്ളികൾ വിലക്കപ്പെട്ടിട്ടുണ്ട് എന്ന വ്യാപകമായൊരു ചർച്ചയുമായി ഇന്ന് ചില കക്ഷികൾ രംഗത്ത് വന്നിട്ടുണ്ട്. പല കോണുകളിലും ആ ചർച്ച സജീവമായി നടക്കുന്നുണ്ട്. എന്നാൽ മുസ്ലിം സ്ത്രീകളും പള്ളികളും എങ്ങനെയാണ് ഇസ്ലാമിക ശരീഅത്ത് അതിനെ നോക്കിക്കാണുന്നത്? നമ്മുടെ ഈ ടോക്ക് സീരീസിലെ ആദ്യത്തെ വിഷയം അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച ആയിക്കോട്ടെ അല്ലേ? നമ്മുടെ ഈ ടോക്ക് സീരീസിൽ ആദ്യം തന്നെ നാം ചർച്ചക്കെടുത്ത ഭാഗം വളരെ പ്രസക്തമായ വിഷയമാണ്. മുസ്ലിം സ്ത്രീകൾക്ക് പള്ളി വിലക്കപ്പെട്ടിട്ടുണ്ട് എന്ന
ഒരു പ്രചാരണം എന്തിൻ്റെയോ പേരിൽ സാധാരണക്കാർക്കിടയിൽ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാം മുസ്ലിം സ്ത്രീകൾക്ക് സ്ത്രീകളായതിൻ്റെ പേരിൽ പള്ളിയിലൊരു വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. ശുദ്ധിയില്ലാത്തപ്പോൾ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാർക്കും പള്ളിയിൽ കയറാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിൻ്റെ നിയമം. അതേസമയം ശുദ്ധിയുള്ള പുരുഷന് പള്ളിയിൽ വിലക്കില്ലാത്തതുപോലെ മുസ്ലിം സ്ത്രീകൾക്കും പള്ളിയിൽ പ്രവേശിക്കുന്നതിനോ പള്ളിയിൽ വരുന്നതിനോ സ്ത്രീ എന്നതിൻ്റെ പേരിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. പരിശുദ്ധമായ മക്കയിലെ മസ്ജിദുൽ ഹറാം ലോകത്ത് വിശ്വാസികളുടെ പള്ളികളിൽ ഒന്നാം സ്ഥാനത്തുള്ള പള്ളിയാണ് മസ്ജിദുൽ ഹറാം. ആ മസ്ജിദുൽ ഹറാമിൽ മുസ്ലിം സ്ത്രീകൾ പ്രവേശിക്കൽ നിർബന്ധമാകുന്ന സാഹചര്യം വരെയുണ്ട്. ഹജ്ജിന് ഉംറക്ക് മക്കയിൽ പോകുന്ന മുസ്ലിം സഹോദരിമാർക്ക് തവാഫ് ചെയ്യണമെങ്കിൽ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കേണ്ടി വരും. മസ്ജിദുൽ ഹറാമിൽ അവർക്ക് പ്രവേശിക്കൽ നിർബന്ധമാണ്. അവിടെ സ്ത്രീയായതിൻ്റെ പേരിൽ ഒരിക്കലും പള്ളിയിൽ അവർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല എന്നു മാത്രമല്ല, പള്ളിയിൽ കയറൽ അനിവാര്യമാണ് എന്നതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ഇതുപോലെ ഇസ്ലാമിക ഭരണം നടക്കുന്ന സ്ഥലങ്ങളിൽ ഖാദികൾ പള്ളികളിലാണെങ്കിൽ, ഇസ്ലാമിക കോടതിയിലെ ജഡ്ജി പള്ളിയിലാണെങ്കിൽ, അവിടെയെല്ലാം സ്ത്രീകൾക്ക് അവരുടെ അത്യാവശ്യ വിഷയങ്ങൾക്ക് വേണ്ടി ഖാദിയെയും ജഡ്ജിയെയും ഒക്കെ സമീപിക്കേണ്ടി വരുമ്പോൾ പള്ളികളിൽ പോകുന്നതിന് ഇസ്ലാം വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. അതേസമയം ഇസ്ലാം വിലക്കിയിട്ടുള്ളത് പരപുരുഷന്മാർ പങ്കെടുക്കുന്ന ജുമുഅ ജമാഅത്തുകൾക്ക് വേണ്ടി സ്ത്രീകൾ അവരുടെ വീടുകളിൽ നിന്നിറങ്ങി പള്ളികളിലേക്ക് മസ്ജിദുകളിലേക്ക് പോകുന്നതിനെയാണ് ഇസ്ലാം വിലക്കിയിട്ടുള്ളത്, പാടില്ലെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് രണ്ടും വേർതിരിച്ചു മനസ്സിലാക്കിയാൽ ഈ വിഷയത്തിലെ തെറ്റിദ്ധാരണയും തെറ്റിദ്ധരിപ്പിക്കപ്പെടലും ഒഴിവാക്കാൻ നമുക്ക് സാധ്യമാകും. സ്ത്രീയായതിൻ്റെ പേരിൽ പള്ളി ഒരിക്കലും വിലക്കപ്പെട്ടിട്ടില്ല. അതേസമയം മുസ്ലിം സ്ത്രീകൾക്ക് നിസ്കാരത്തിന്, ജുമുഅക്ക്, ജമാഅത്തുകൾക്ക് വേണ്ടി പരപുരുഷന്മാർ പങ്കെടുക്കുന്ന ജുമുഅ ജമാഅത്തുകളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വീടുകളിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു പോകുന്നതിനെയാണ് ഇസ്ലാം വിലക്കിയിട്ടുള്ളത് എന്ന് നാം വേർതിരിച്ച് മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ ഈ ഒരു വിശദീകരണത്തിൽ നിന്ന് വ്യാപകമായി പലരും തെറ്റിദ്ധരിച്ച ഒരു തെറ്റായ ധാരണ ഇവിടെ കൃത്യമായി തിരുത്തപ്പെട്ടിട്ടുണ്ട്. അതായത് മുസ്ലിം സ്ത്രീകൾ പള്ളിയിൽ കയറിയ പള്ളി അശുദ്ധമാകും എന്ന ധാരണയുള്ളവരുണ്ട്. സ്ത്രീകൾക്ക് പള്ളി പ്രവേശനത്തിന് വേണ്ടി കോടതി കയറണമെന്ന് പറയുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ മറ്റു മതങ്ങളെപ്പോലെയോ ഇതര പ്രസ്ഥാനങ്ങളെപ്പോലെയോ ആരാധനകളിലുള്ള ആരാധനാലയങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് വിലക്കേർപ്പെടുത്തപ്പെട്ടതിൻ്റെ പേരിൽ കോടതി കയറേണ്ടുന്ന യാതൊരു സാഹചര്യവും ഇസ്ലാമിലില്ല. മറിച്ച് പള്ളിപ്രവേശനത്തിൻ്റെ ഘട്ടങ്ങളും സാഹചര്യങ്ങളും ഏത് എന്നതുമായി ബന്ധപ്പെട്ടാണ് മതപ്രമാണങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്ന കൃത്യമായ ഒരു വിശദീകരണം നമുക്ക് കിട്ടി. അൽഹംദുലില്ലാ. അപ്പോൾ ഏതായാലും പല ആളുകളും തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെ സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് നമ്മൾ പറയുന്നു എന്നാണ് പല ആളുകളും സാധാരണക്കാരായ ആളുകളെയും മറ്റുമൊക്കെ തെറ്റിദ്ധരിപ്പിക്കാറുള്ളത്. അതേതായാലും ഇവിടെ ക്ലിയറായി. സ്ത്രീ എന്ന നിലക്ക് പള്ളിയെ തൊട്ട് അവർക്ക് വിലക്കില്ല. അത് ഇസ്ലാം അങ്ങനെ ഒരു വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല എന്നതിന് തെളിവ് സഹിതം നേരത്തെ നമ്മളിവിടെ
പറഞ്ഞു കേട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി ഇവിടെ മറ്റൊരു ചർച്ചയിലേക്ക് നമ്മൾ താഴ്ന്നിറങ്ങുകയാണെങ്കിൽ, പരപുരുഷന്മാർ പങ്കെടുക്കുന്ന ജുമുഅ ജമാഅത്തുകളിൽ സ്ത്രീകൾക്ക് അവകാശമില്ലെന്നും അവിടെ സ്ത്രീകൾ പങ്കെടുക്കാൻ പാടില്ല എന്നുമാണ് വിശുദ്ധ ഇസ്ലാം പറയുന്നത് എന്നാണല്ലോ ഇപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ പിന്നെ അതിന് എന്താണ് വിശുദ്ധമായ ഇസ്ലാമിൽ പ്രമാണങ്ങളുള്ളത്? നമ്മുടെ പ്രമാണങ്ങളിൽ ഒന്നാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആനിൽ എവിടെയെങ്കിലും, ഇന്ന് പല ആളുകളും പറയാറുള്ളത് സ്ത്രീകൾ പള്ളിയിൽ വരണം, ജുമുഅ ജമാഅത്തുകളിൽ പങ്കെടുക്കണം, അതിന് ആയത്തുകളുണ്ട് എന്നൊക്കെ പല ആളുകളും പറയുന്നത് കേൾക്കാറുണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ അങ്ങനെ സ്ത്രീകൾക്ക് പരപുരുഷന്മാർ പങ്കെടുക്കുന്ന ജുമുഅ ജമാഅത്തുകളിൽ പങ്കെടുക്കാൻ പാടില്ലെന്നും അവർക്കതിൽ അവകാശമില്ലെന്നും അറിയിക്കുന്ന ഏതെങ്കിലും ആയത്തുകൾ ഉണ്ടോ എന്നതാണ് ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത്. വിശുദ്ധ ഖുർആനിൽ 6000 ചില്ലാനം വരുന്ന ആയത്തുകളിൽ സ്ത്രീകൾ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ആയത്തും നമുക്ക് കാണാൻ കഴിയുകയില്ല. മാത്രമല്ല, പള്ളികളെ പരാമർശിക്കുന്ന ഒരുപാട് ആയത്തുകളുണ്ട് ഖുർആനിൽ. ആ ആയത്തുകളിലെല്ലാം അവിടെ പുരുഷന്മാരാണ് പങ്കെടുക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആനിൽ പച്ചയായി തന്നെ പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണത്തിന് സൂറത്തു തൗബയുടെ 107, 108 വചനങ്ങളിൽ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിയെ, അങ്ങ് ഏതു പള്ളിയിലാണ് നിസ്കാരം നടത്തേണ്ടത് എന്ന ചർച്ച പറയുന്നിടത്ത് കാണാം, ലാ തഖും ഫീഹി അബദ, മുനാഫിഖുകളുടെ പള്ളിയിൽ നിങ്ങൾ ഒരിക്കലും നിസ്കരിക്കരുത്. പിന്നെ ഏതു പള്ളിയിലാണ് നിസ്കരിക്കേണ്ടത്? അതിൻ്റെ അടയാള സഹിതം പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു, ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി റിജാൽ യുഹിബ്ബൂന അൻ യതതഹറു വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? അങ്ങ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു നിർദ്ദേശിക്കുകയാണ്, അങ്ങ് നിസ്കരിക്കേണ്ടത് തഖ്വയുടെ മേൽ ശിലപാകിയ പള്ളിയിലാണ്. എന്താണ് ആ പള്ളിയുടെ അടയാളം? ഫീഹി റിജാൽ, അവിടെയുള്ളത് പുരുഷന്മാരായിരിക്കും. ഇങ്ങനെ ഒരുപാട് ആയത്തുകൾ കാണാം. സൂറത്തു നൂർ 37, 38 വചനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും, ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുവ്വി വൽ ആസാൽ റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. ഈ ആയത്തിലും വിശുദ്ധ ഖുർആൻ പറയുന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങളെ വാഴ്ത്തപ്പെടേണ്ട ഭവനങ്ങളാകുന്ന പള്ളിയുടെ അടയാളം എന്താണ്? റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. ഇങ്ങനെ ഖുർആനിൽ പള്ളികളെ പരാമർശിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം അവിടെ പുരുഷന്മാരാണ് എന്ന് അവിടെ എല്ലാം നമുക്ക് കാണാൻ കഴിയും. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാമുന റാസി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീറുൽ കബീറിൽ ഉദ്ധരിച്ചത് കാണാം, ഖുസ്സു ബിദ്ദിക്രി, എന്തുകൊണ്ടാണ് ഇവിടെ പുരുഷന്മാരെ പരാമർശിച്ചത്? ലിഅന്ന നിസാഅ ലസ്ന മിൻ അഹ്ലി തിജാറാത്തി വൽ ജമാഅത്ത്, സ്ത്രീകൾ പള്ളിയിൽ വന്ന് ജമാഅത്ത് നിസ്കരിക്കേണ്ടവരല്ല, അതുകൊണ്ടാണ് പുരുഷന്മാരെ പ്രത്യേകം പേരെടുത്ത് പറഞ്ഞത് എന്നാണ് ഇമാം റാസി തൻ്റെ തഫ്സീറുൽ കബീറിൽ ഉദ്ധരിക്കുന്നത്. ഇസ്മായിലുൽ ഹിഖി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ റൂഹുൽ ബയാനിൽ പറയുന്നു, എന്തിനാണ് ഈ പള്ളികളെ പരാമർശിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം അവിടെ പ്രത്യേകം പുരുഷന്മാരെ പ്രത്യേകമാക്കി പറയാനുള്ള കാരണം എന്താണ്? കൈഫ ഖുസ്സർ റിജാലു ബിൽ മദ്ഹി വസ്സനാഇ ദൂനൻ നിസാ, ഇവിടെയെല്ലാം സ്ത്രീകളെ പരാമർശിക്കാതെ പുരുഷന്മാരെ പ്രത്യേകം പേരെടുത്ത് പറയുന്നതിൻ്റെ സാങ്കത്യം എന്താണ്? മഹാനവറുകൾ പറയുന്നു, ഫൽ ജവാബ്
അതിനു മറുപടി ലിഅന്നഹു ലാ ജുമുഅത അലൻ നിസാഇ വലാ ജമാഅത ഫിൽ മസാജിദി. സ്ത്രീകൾക്ക് പള്ളിയിൽ ജുമുഅയും ജമാഅത്തും അവരുടെ ഗണത്തിൽ പെട്ടത് അല്ല. അക്കാരണത്തിന് വേണ്ടിയാണ് വിശുദ്ധ ഖുർആനിൽ അത് പരാമർശിച്ചത് എന്നാണ് മറ്റു ഒട്ടനേകം തഫ്സീർ ഗ്രന്ഥങ്ങളിൽ കാണാം. ഇമാം മൽഹരി ഇത് പറഞ്ഞിട്ടുണ്ട്, തഫ്സീറുൽ ഖാസിനിലുണ്ട്, ഇമാം ബഗ്വി ഉദ്ധരിച്ചിട്ടുണ്ട്, മആലിമു തൻസീലിൽ കാണാം. ഇങ്ങനെ ഒരുപാട് തഫ്സീറിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്കിത് കാണാൻ കഴിയും. ഇവിടെ ഷരീഫ് സഖാഫിയുടെ വിശദീകരണത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടത് ഇസ്ലാമിൻ്റെ ഒന്നാം പ്രമാണമായ വിശുദ്ധ ഖുർആനും അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഡസൻ കണക്കിന് തഫ്സീറുകൾ, സമയക്കുറവുണ്ടായിരിക്കും നിങ്ങൾ ഏതാനും തഫ്സീറുകൾ വായിച്ചു നിർത്തി, ഇനിയും ഡസൻ കണക്കിന് നമുക്ക് വായിക്കാനുണ്ട്. അത്രയും പ്രമാണങ്ങളുടെ പിൻബലമുള്ള ഒന്നാം പ്രമാണവും അതിൻ്റെ വ്യാഖ്യാനങ്ങളും ഈ ആശയത്തെ ശരിവെക്കുന്നുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. ഇൻഷാ അല്ലാ ഇനി രണ്ടാം പ്രമാണവും മറ്റുള്ള പ്രമാണങ്ങളിലേക്കൊക്കെ നമുക്ക് ഇൻഷാ അല്ലാ വിശദമായിട്ട് കിടക്കാനുണ്ട്. ഹാഫിൽ ഷരീഫ് സഖാഫി ഇസ്ലാമിൻ്റെ ഒന്നാം പ്രമാണമായ ഖുർആൻ പല ആയത്തുകളിലും മസ്ജിദിനെ പരിചയപ്പെടുത്തിയപ്പോഴൊക്കെ അവിടെ റിജാൽ പുരുഷന്മാരാണ് അവിടെ നിസ്കരിക്കാൻ വരാറുള്ളത് എന്ന പരാമർശത്തെ വിവിധങ്ങളായ തഫ്സീറുകൾ ഉദ്ധരിച്ച് പുരുഷന്മാരാണ് പള്ളിയിലെ ജുമുഅ ജമാഅത്തുകൾക്ക് വേണ്ടി പങ്കെടുക്കേണ്ടവർ എന്ന് ബോധ്യപ്പെടുത്തി. ഇനി ഈ വിഷയ സംബന്ധിയായി ഹദീസുകൾ, ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ രണ്ടാമത്തെ പ്രമാണമാണ് ഹദീസുകൾ. ആ ഹദീസുകൾ ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നും കൂടി നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഇസ്ലാമിൻ്റെ രണ്ടാം പ്രമാണമായ ഹദീസ് ഗ്രന്ഥങ്ങൾ എടുത്തു പരിശോധിച്ചാൽ സ്ത്രീകൾ പള്ളിയിൽ വന്ന് നിസ്കാരം നിർവഹിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, അവിടെയൊക്കെയും സ്ത്രീകളെ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒട്ടനേകം ഹദീസുകൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യ ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹ അവിടെ ഉദ്ധരിക്കുന്ന ഹദീസുണ്ട്, ഖൈറു മസാജിദിൻ നിസായി ഖഅറു ബുയൂത്തിഹിന്ന. സ്ത്രീകൾ നിസ്കരിക്കുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും ഉത്തമമായത് അവളുടെ വീടിൻ്റെ ഉള്ളറകളിൽ പോയി നിസ്കരിക്കലാണെന്ന്. അപ്പോൾ സ്ത്രീകൾ സാധാരണഗതിയിൽ നമ്മളൊക്കെ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നത് പ്രതിഫലം കിട്ടാൻ വേണ്ടിയാണ്. ഏറ്റവും ഹൈറായ ഉത്തമമായ സ്ഥലമാണ് ഇബാദത്തുകൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് സ്ത്രീകൾ ആരാധനകൾ അർപ്പിക്കേണ്ടത് അവരുടെ വീടിൻ്റെ അകത്തളത്ത് വെച്ചുകൊണ്ടാണ്. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരികിലേക്ക് സ്വഹാബി വനിതകൾ വന്ന് പള്ളിയിലേക്ക് പ്രവേശിക്കാൻ, നബി തങ്ങളോടൊപ്പം ആരാധനകൾ അർപ്പിക്കാൻ നബി തങ്ങളോട് വന്ന് ആവശ്യപ്പെടുമ്പോൾ അവരെയൊക്കെ നിരുത്സാഹപ്പെടുത്തി വീട്ടിലേക്ക് പറഞ്ഞയച്ച ഒട്ടനേകം സംഭവങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. മഹാനായ ഇബ്നു ഖുസൈമ റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ശ്രദ്ധേയമായൊരു ഹദീസുണ്ട്. മഹദിയായ ഉമ്മു ഹുമൈദിൻ സായിദിയ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് വരുന്നുണ്ട്. അവിടുന്ന് പറയുന്നു, അന്നഹ ജാഅത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലേക്ക് വന്നു. ഫഖാലത്ത്, എന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഓ നബിയെ, ഇന്നി ഉഹിബ്ബു സ്വലാത്ത മഅക്. മഹദി അവർകൾ റസൂലുള്ളാഹി തങ്ങളോട് നേരെ വന്ന് പറയാണ്, നബിയെ, അങ്ങയോടൊപ്പം നിസ്കരിക്കാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്, ഇഷ്ടമുണ്ട്. ഫഖാല, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് മറുപടി കൊടുക്കുന്നത്, ഖദ് അലിംതു അന്നകി തുഹിബ്ബീന സ്വലാത്ത മഅി. ഞാൻ അറിയുന്നു പെണ്ണെ, നിനക്ക് എന്നോടൊപ്പം നിസ്കരിക്കാൻ വല്ലാത്ത അത്യാഗ്രഹമുണ്ട്, ആഗ്രഹമുണ്ട്, ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹോദരിയെ വിളിച്ച്, എന്നാൽ ഇനി മുതൽ നിങ്ങൾ പള്ളിയിലേക്ക് എൻ്റെ കൂടെ പള്ളിയിൽ വന്ന് നിസ്കരിച്ചോളൂ എന്നാണോ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് അവരോട് പറയുന്നത്, വസ്വലാത്തുക്കി ഫി ബൈത്തിക്കി ഖൈറും മിൻ സ്വലാത്തിക്കി ഫി ഹുജുറത്തിക്കി വസ്വലാത്തുക്കി ഫി ഹുജുറത്തിക്കി ഖൈറും മിൻ സ്വലാത്തിക്കി ഫി ദാരിക്കി
വസ്വലാത്തുക്കി ഫി ദാരിക്കി ഖൈറും മിൻ സ്വലാത്തിക്കി ഫി മസ്ജിദി ഖൗമിക് വസ്വലാത്തുക്കി ഫി മസ്ജിദി ഖൗമിക്കി ഖൈറും മിൻ സ്വലാത്തിക്കി ഫി മസ്ജിദി. ഇവിടെ അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ ഘട്ടങ്ങളെയും വിശദീകരിക്കുകയാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മഹദിയോട് കൊടുക്കുന്ന മറുപടി, നീ എൻ്റെ പള്ളിയിൽ, ഈ മസ്ജിദുൻ നബവി ആകുന്ന എൻ്റെ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നതിനേക്കാളും നിൻ്റെ കുടുംബക്കാർക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട പള്ളി, ആ പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാളും, അതുപോലെ നിൻ്റെ വീട്ടിലെ പബ്ലിക് റൂം, ആ റൂമിൽ നിസ്കരിക്കുന്നതിനേക്കാളും, നിൻ്റെ മഹ്റമകളായ ആളുകൾക്ക് ഒരുമിച്ചുകൂടി നിസ്കരിക്കാനുണ്ടാക്കിയ സ്ഥലം, അതിനേക്കാളും നിൻ്റെ വീടിൻ്റെ ഉള്ളിൽ, നിൻ്റെ സെപ്പറേറ്റ് മുറിക്കുള്ളിൽ നീ നിസ്കരിക്കലാണ് പെണ്ണെ നിനക്ക് ഏറ്റവും ഉത്തമമായത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയോട് മറുപടി പറയാണ്. അങ്ങനെ മഹദി അവറുകൾ പറയാണ്, അമറത്ത്, അങ്ങനെ അവർ അവിടുത്തെ ആളുകളോട് കൽപ്പിച്ചൊരു പള്ളി നിർമ്മിക്കാൻ. അങ്ങനെ ബുനിയലഹ മസ്ജിദുൻ, അവൾക്ക് വേണ്ടി മാത്രം ഒരു പള്ളി നിർമ്മിക്കപ്പെട്ടു. ഫി അഖ്സാ ശൈഇൻ മിൻ ബൈത്തിഹ, അവളുടെ വീടിൻ്റെ ഉള്ളറയിൽ അവർക്ക് വേണ്ടി നിസ്കരിക്കാൻ ഒരു റൂമുണ്ടാക്കുകയും അങ്ങനെ ഫക്കാനത്ത് തുസല്ലി ഫീഹി ഹത്താ ലഖിയത്തില്ലാഹ അസ്സ വജല്ല, അവർ മരണം വരിക്കുന്നത് വരെയും ആ റൂമിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ടായിരുന്നു നിസ്കരിച്ചിരുന്നത് എന്ന്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മഹദി റസൂലുള്ളാഹി തങ്ങളുടെ അരികിൽ വെച്ച് ഒപ്പം നിസ്കരിക്കാൻ ആവശ്യപ്പെട്ട് വന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് കൊടുത്ത മറുപടിയും പിന്നീട് മരണം വരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് വീടിൻ്റെ ഉള്ളിൽ അവർ നിസ്കരിക്കുകയും ചെയ്തു എന്ന്. ഇതൊരു ഹദീസ്. ഇനിയും ഒട്ടേറെ ഹദീസുകൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുണ്ട്. മഹാനായ ഈ ഹദീസ് ഇമാം ഇബ്നു ഖുസൈമ അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ ഇമാം അഹ്മദ് റളിയല്ലാഹു തആല അൻഹു മുസ്നദിലും ഇബ്നു ഹജർ ഫത്ഹുൽ ബാരിയിലും ഒക്കെ ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ഫത്ഹുൽ ബാരിയിൽ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, ഇസ്നാദുഹു ഹസനുൻ, ഇതിൻ്റെ ഇസ്നാദ് ഹസനാണ്, ഇത് തെളിവിന് പര്യാപ്തമായ ഹദീസാണെന്ന് ബഹുമാനപ്പെട്ടവർ വിശദീകരിച്ചിട്ടുണ്ട്. ഇതുപോലെ മഹാനായ ഇമാം ബൈഹഖി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ്, അസ്മാ ബിൻത് യസീദ് അൽ അൻസാരിയ റളിയല്ലാഹു അൻഹ അവരെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് വന്നു. വഹുവ ബൈന അസ്ഹാബിഹി, അപ്പം നബി തങ്ങൾ അസ്ഹാബിൻ്റെ ഒപ്പം റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബത്തിൻ്റെ ഇടയിൽ ഇരിക്കുന്ന രംഗം. അങ്ങനെ മഹദി അവർകൾ റസൂലുള്ളാഹി തങ്ങളുടെ അരികിൽ വെച്ചുകൊണ്ട് പറയുകയാണ്, ബി അബി അൻത വ ഉമ്മി ഇന്നി വാഫിദത്തുൻ നിസാഇ ഇലൈക, നബിയെ, സ്ത്രീ സമൂഹത്തിൻ്റെ പ്രതിനിധിയായിക്കൊണ്ടാണ് അങ്ങയുടെ അരികിലേക്ക് ഞാൻ വന്നിട്ടുള്ളത്. വഅലമു നഫ്സി ലക്കൽ ഫിദാ അന്നഹു മാ മിൻ ഇംറഅത്തിൻ കായിനത്തിൻ ഫി ശർഖിൻ വലാ ഗർബിൻ സമിഅത് ബി മഖ്റജി ഹാദാ ഇല്ലാ വഹിയ അലാ മിസ്ലി റഅയി. അവർ പറയുന്നത്, നബിയെ, അങ്ങയുടെ അരികിലേക്ക് ഏതൊരാശയം പറയാനാണോ വന്നത്, ആ ആശയം ലോകത്തുള്ള മുഴുവൻ സ്ത്രീകൾ അറിഞ്ഞാൽ എൻ്റെ അതേ അഭിപ്രായമായിരിക്കും ലോകത്തുള്ള മുഴുവൻ സ്ത്രീകൾക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞ് മഹദി അവர்கள் പറയുന്നത്, ഇന്നല്ലാഹ ബഅസക ബിൽ ഹഖ് ഇല റിജാലി വൻ നിസാ, അങ്ങയെ സ്ത്രീകളിലേക്കും പുരുഷന്മാരിലേക്കും നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്. ഫആമന്നാ ബിക വബി ഇലാഹിക്കല്ലദി അർസലക, അങ്ങയെക്കൊണ്ടും അള്ളാഹുവിനെ കൊണ്ടും ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് അവരുടെ വിഷയത്തിലേക്ക് കടക്കാൻ അവിടുന്ന് പറയുന്നു, വഇന്നാ മാശറൻ നിസാ മഹ്സൂറാത്തുൻ മഖ്സൂറാത്തുൻ ഖവായിദ ബുയൂത്തിക്കും, ഞങ്ങൾ സ്ത്രീ സമൂഹം വീടിൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ ഞങ്ങളെ തളച്ചിടപ്പെട്ടവരാണ്. വ മഖ്ലാ ശഹവാത്തിക്കും, ആവശ്യ പൂർത്തീകരണത്തിനുള്ള മാർഗങ്ങളാണ് ഞങ്ങൾ. വ ഹാമിലാത്തു ഔലാദിക്കും, നിങ്ങളുടെ മക്കളെ ഗർഭം ചുമക്കേണ്ടവരാണ് ഞങ്ങൾ. ഇങ്ങനെ തുടങ്ങി ഒട്ടേറെ വിഷയങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ പറഞ്ഞ് അവിടുന്ന് പറഞ്ഞു, വഇന്നക്കും ആശറ റിജാൽ ഫുള്ളിൽതും അലൈനാ ബിൽ ജുമുഅത്തി വൽ ജമാഅത്ത് വ ഇയാദത്തിൽ മർള വ ശുഹൂദിൽ ജനായിസ് വൽ ഹജ്ജ് ബഅദൽ ഹജ്ജ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അദ്ദേഹം ആ മഹദി വന്ന് പറയാണ്, നിങ്ങൾ പുരുഷന്മാരോ ജുമുഅക്കും ജമാഅത്തിനും യഥേഷ്ടം നിങ്ങൾ പോകുന്നു, അതിനുള്ള ശ്രേഷ്ഠതകൾ നിങ്ങൾ വാരിക്കൂട്ടുന്നു. അതുപോലെ രോഗസന്ദർശനം, അതുപോലെ മയ്യത്ത് പരിപാലനം തുടങ്ങി ഒട്ടേറെ വിഷയങ്ങൾ, മാത്രമല്ല ജിഹാദിനു വരെ അതിൻ്റെ മുഴുവൻ ശ്രേഷ്ഠതകളും നിങ്ങളാണ് വാരിക്കൂട്ടുന്നത്.
അതുപോലെ ഇന്ന റജുല മിൻകും ഇദാ ഖറജ ഹാജ്ജൻ ഔ മുഅ്തമിറൻ ഔ മുറാബിതൻ ഹഫ്ളിനാ ലക്കും അംവാലക്കും വഅസൽനാ ലക്കും മസ്വാബക്കും വറബീനാ ലക്കും അംവാലക്കും. നിങ്ങൾ ഹജ്ജിനും ഉംറക്കും യുദ്ധത്തിനൊക്കെ പോയാൽ നിങ്ങളുടെ മക്കളെ നോക്കേണ്ട ഡ്യൂട്ടിയാണ് ഞങ്ങൾക്ക്. നിങ്ങളുടെ ഡ്രസ്സുകൾ അലക്കി തേച്ച് സൂക്ഷിക്കേണ്ട ആളുകളാണ് ഞങ്ങൾ. അതുകൊണ്ട് മഹദി അവർക്ക് അറിയാനുള്ളൊരു കാര്യം അവിടുന്ന് പറയുന്നത് ഫമാ നുഷാരിക്കും ഫിൽ അജ്രി യാ റസൂലല്ലാഹ്, നബിയെ ഈ പുരുഷന്മാർ വാരിക്കൂട്ടുന്ന ഈ പ്രതിഫലത്തിൽ ഞങ്ങൾക്കും അതിൽ പങ്കുണ്ടോ നബിയെ എന്ന് മഹദി അവர்கள் റസൂലുള്ളാഹി തങ്ങളുടെ അരികിൽ വന്ന് ചോദിക്കുമ്പോൾ ഫൽതഫത്തൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ സഹാബിഹി ബി വജ്ഹിഹി കുല്ലിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മുഖം തിരിച്ച് പൂർണ്ണമായും സ്വഹാബകളിലേക്ക് മുഖം തിരിച്ചു നോക്കി. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു സുമ്മഖാൽ ഹൽ സമിഅതും മഖാലത ഇംറഅത്തിൻ ഖത്തു അഹ്സന മിൻ മുസാഅലതിഹാ ഫി അംരി ദീനിഹാ മിൻ ഹാദിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കളോട് ചോദിക്കുന്നു, സ്വഹാബാക്കളെ, ഇത്രമാത്രം ദീനിൻ്റെ കാര്യത്തിൽ ജിജ്ഞാസയുള്ള ആഗ്രഹമുള്ള മറ്റൊരു പെണ്ണിൻ്റെ വർത്തമാനം നിങ്ങളിതിൻ്റെ മുൻപ് കേട്ടിട്ടുണ്ടോ? ഇത് കേൾക്കുമ്പോൾ ഖാൽ റസൂലുള്ളാഹി ഫഖാലു, അപ്പോൾ സ്വഹാബാക്കൾ പറഞ്ഞു യാ റസൂലല്ലാഹ് മാ ലനന്ന അന്ന ഇംറഅത്തൻ തഹ്തദി ഇലാ മിസ്ലി ഹാദാ. ഇവൾ ചോദിച്ചതുപോലെ ഒരു ചോദ്യം മുമ്പാരും ചോദിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്ത്രീയുടെ മുഖത്ത് നോക്കി പറഞ്ഞു ഇൻസ്വരിഫി അയ്യത്തുഹൽ മർആ, പെണ്ണെ നീ നിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകണം. വഅലമി മൻ ഖൽഫകി മിനൻ നിസാ, നീ ഒരു വിഭാഗം പെണ്ണുങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് വന്നത് നീ പറഞ്ഞല്ലോ, ആ സ്ത്രീ സമൂഹത്തോട് നീ ഉറക്കെ വിളിച്ചു പറയണം ഇന്ന ഹുസ്ന തബഉലി ഇഹ്ദാകുന്ന ലിസൗജിഹാ വതലബഹാ മർലാതിഹി വത്തിബാഅഹാ മുവാഫഖതഹു യഅദിലു ദാലിക കുല്ലഹു. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്ത്രീയോട് പറയുന്നത്, നീ വീട്ടിൽ പോയി നീ പറഞ്ഞതുപോലെ ജീവിതം മുന്നോട്ട് നയിക്കുക, എന്നാൽ നിന്റെ ഭർത്താവിനെ അനുസരിച്ച് നീ ജീവിതം ക്രമപ്പെടുത്തിയാൽ ഈ പുരുഷന്മാർക്ക് ലഭിക്കുന്ന അതേ പ്രതിഫലം നിങ്ങൾക്കും ലഭിക്കുമെന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്ത്രീയെ തിരിച്ചയക്കാണ്. സുബ്ഹാനല്ലാഹ്, ആ സ്ത്രീ തിരിച്ചു പോകുന്ന സമയം തക്ബീർ ചൊല്ലി തഹ്ലീൽ ചൊല്ലി സന്തോഷവതിയായിട്ടാണ് ആ സ്ത്രീ തിരിച്ചു പോകുന്നത്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലേക്ക് മസ്ജിദുൻ നബവിയിൽ വന്ന് നബി തങ്ങളോടൊപ്പം ജമാഅത്തായി നിസ്കരിക്കാൻ ആവശ്യപ്പെട്ട ആഗ്രഹം പ്രകടിപ്പിച്ച സ്ത്രീകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപനമായിരുന്നു ഇവിടെ നേരത്തെ വിശദീകരിച്ചത്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസാകുന്ന രണ്ടാം പ്രമാണത്തിൽ സ്ത്രീകൾ ജുമുഅക്കും ജമാഅത്തിനും വരുന്നതിനെ നിരുത്സാഹപ്പെടുത്തിയ സംഭവം മാത്രമേ കാണാൻ കഴിയൂ. ഇദൽവി ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ച ശ്രദ്ധേയമായ അവസാനത്തെ രണ്ട് ഹദീസ് ഞാൻ ചിന്തിക്കുന്നത് ലിബറൽ ചിന്താഗതിക്കാരും ബിദ്അത്ത് പശ്ചാത്തലത്തിൽ ഉള്ള സഹോദരിമാരൊക്കെ ഈ രണ്ട് ഹദീസുകളെ ശ്രദ്ധാപൂർവ്വം വീക്ഷിച്ചിരുന്നുവെങ്കിൽ അവരുടെ ധാരണകൾ ഏറെക്കുറെ തിരുത്താൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം രണ്ട് സഹോദരിമാർ, ഒന്ന് ഉമ്മു ഹുമൈദിൻ സായിദി, മറ്റൊന്ന് അസ്മാ ബിൻത് യസീദ് അൽ അൻസാരിയ, രണ്ട് സ്വഹാബി വനിതകൾ നബിതങ്ങളോട് നിസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ അവസരം ചോദിച്ചവരെ നിരുത്സാഹപ്പെടുത്തി മടക്കി അയച്ചതും ആ ഹദീസിന് ഹാഫിദ് കൊടുത്ത അംഗീകാരവുമാണ് അദ്ദേഹം ഇപ്പോൾ വായിച്ചിട്ടുള്ളത്. ലോകത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ജമാഅത്തിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെട്ടവരെ അഭ്യർത്ഥിച്ച് അതിനുവേണ്ടി സമ്മതം ചോദിച്ചവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിരുത്സാഹപ്പെടുത്തി തിരിച്ചയച്ചു. ഇവിടെ സയ്യിദുൽ ഉസ്താദ് ഒരു കാര്യം കൂടി അതിലേക്ക് കൂട്ടിച്ചേർക്കണമെന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം എൻ്റെ കയ്യിലുള്ളത് ഹിജാബുൽ മർഅത്തിൽ മുസ്ലിമ ഫിൽ കിതാബി വസുന്ന എന്ന് പറയുന്ന നാസിറുദ്ദീൻ അൽബാനിയുടെ ഗ്രന്ഥമാണ്. എന്ന് വെച്ചാൽ ആഗോള സലഫികൾ അവരുടെ ആദർശ നേതൃത്വമായിട്ട് കൊണ്ടാടപ്പെടുന്ന വ്യക്തിത്വമാണ് നാസിറുദ്ദീൻ അൽബാനി. അദ്ദേഹത്തിൻ്റെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഗവേഷണം നടത്തിയിട്ടാണ് കേരളത്തിൽ പല സലഫി പണ്ഡിതന്മാരും PhD വരെ നേടിയിട്ടുള്ളത്. അങ്ങനെയുള്ള നാസിറുദ്ദീൻ അൽബാനി ഈ സ്ത്രീകൾ അവരുടെ വീടകങ്ങളിൽ വെച്ചാണ് നിസ്കരിക്കേണ്ടത് എന്ന് പറയുന്ന ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഹദീസുൻ ഹസനുൻ, ഈ ഹദീസ് ഹസനാൻ, അഖ്റജഹു അഹ്മദു വബ്നു ഖുസൈമ വബ്നു ഹിബ്ബാൻ ഫീ സ്വഹീഹിമ. അത് ഇബ്നു ഹിബ്ബാനും ഇബ്നു ഖുസൈമയും ഒക്കെ അവരുടെ സ്വഹീഹുകളിൽ ഉദ്ധരിച്ചിട്ടുള്ള ശ്രദ്ധേയമായ ഹദീസാണെന്ന് അദ്ദേഹം ഇതിന് അടിവരയിടുകയാണ്. എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, അതായത്
മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസിൽ സ്വലാത്തും ഫീ മസ്ജിദി ഹാദാ അഫ്ളലു മിൻ അൽഫിൻ ഫീമാ സിവാഹു മിനൽ മസാജിദി, എൻ്റെ ഈ മദീനത്തെ പള്ളിയിൽ ഉള്ള നിസ്കാരം 1000 റക്അത്തിനേക്കാൾ പ്രതിഫലമുണ്ട് എന്നൊരു ഹദീസ് ഉണ്ടല്ലോ. ആ ഹദീസിനെ അധികരിച്ച് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്, അതിനെ സംബന്ധിച്ച് അൽബാനി അവിടെ രേഖപ്പെടുത്തുന്ന ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു എല്ലാ സഹോദരിമാരും ഇത് പ്രത്യേകമായിട്ട് ഈ രൂപത്തിൽ വാദിക്കുന്നവരൊക്കെ ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഞങ്ങളുടെ സുന്നി പണ്ഡിതന്മാരോ സമസ്തയുടെ നേതാക്കളോ മാത്രം പറയുന്ന എന്തെങ്കിലും ഒരു കാര്യമല്ല. നാസറുദ്ദീൻ അൽബാനി തന്നെ ഇക്കാര്യത്തെ സാക്ഷ്യപ്പെടുത്തിയിട്ട് പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ത്രീകൾ വീട്ടിൽ നിന്ന് നിസ്കരിക്കണമെന്ന് പറഞ്ഞതിനാൽ ഈ ഹദീസ് മദീനത്തെ പള്ളിയിൽ വെച്ചുള്ള 1000 പ്രതിഫലമുണ്ടെന്ന് പറയുന്ന ഹദീസ് യദുല്ലു അലാ അന്ന ഹാദൽ ഫളല ഖാസും ബിർരിജാൽ ദുന നിസാ. ഈ പ്രതിഫലം അത് പുരുഷന്മാർക്ക് മാത്രമാണ് മദീനത്തെ പള്ളിയിൽ, അത് സ്ത്രീകൾക്ക് ഇല്ല. വ അന്ന സ്വലാത്തുഹുന്ന ഫീ ബുയൂതിഹിന്ന ഖൈറും മിനസ് സ്വലാത്തി ഫീ മസ്ജിദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്ത്രീകൾ അവരുടെ വീടകങ്ങളിൽ വെച്ചുള്ള നിസ്കാരമാണ് അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനത്തെ പള്ളിയിലുള്ള നിസ്കാരത്തേക്കാൾ പുണ്യമുള്ളത്. എന്നിട്ട് പറയുന്നു വമിൻഹു തഅലമു, ഇതിൽ നിന്ന് നിനക്ക് മനസ്സിലാക്കാം ഒരു കാര്യം, അന്ന തഹാഫുതൻ നിസാഇ അല സ്വലാത്തി ഫീഹി ലാ സിയമാ ഫീ മൗസിമിൽ ഹജ്ജ്. സ്ത്രീകൾക്ക് ആ മദീനത്തെ പള്ളിയിൽ അതുപോലെ തന്നെ മക്കത്തെ പള്ളിയിലും പ്രത്യേകിച്ച് ഹജ്ജിന്റെ സീസണിൽ അവിടെ വെച്ച് നിസ്കരിക്കാനുള്ള വല്ലാത്തൊരു ദുഃഖം തിരക്കും അതിനു വേണ്ടിയുള്ള ഒരു വെമ്പൽ കൊള്ളലുണ്ടല്ലോ, അത് മിമ്മ യദുല്ലു അലാ ജഹ്ലിഹിന്ന ബിശ്ശറഇ, അവർക്ക് വിശുദ്ധ ശറഉമായിട്ടുള്ള അറിവില്ലായ്മയുടെ അടയാളമാണത്. മാത്രമല്ല ഔ ഇസ്തിസ്താരിഹിന്ന ബിഇർഷാദിഹി, വിശുദ്ധ ശറഇന്റെ നിയമങ്ങളെ അവഗണിക്കുന്നതിന്റെ ലക്ഷണമാണത്. ലാ സിയമൻ വൽ കസീറു മിൻഹുന്ന യുഖാലിതുന റിജാല ഹത്താ ഫി ശിദ്ദത്തി സിഹാം. ശക്തമായ ആളു തിരക്കുമൊക്കെയുള്ള സാഹചര്യത്തിൽ അവിടെ തിക്കും തിരക്കും കൂടി ആണും പെണ്ണും കൂടിക്കലരുന്ന രൂപത്തിലേക്ക് എത്തിപ്പെടുന്ന സാഹചര്യം അവിടങ്ങളിലുണ്ട്. അതിനാൽ മദീനത്തെ പള്ളിയിൽ പ്രത്യേക പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞു പോലും സഹോദരിമാർ അവിടെ വരേണ്ടതില്ല. അപ്പറഞ്ഞ പ്രതിഫലം അത് പുരുഷന്മാരെ സംബന്ധിച്ച് മാത്രമാണ്. നാസറുദ്ദീൻ അൽബാനി തൻ്റെ ഹിജാബുൽ മർഅത്തിൽ മുസ്ലിമ എന്ന ഗ്രന്ഥത്തിൻ്റെ 75-ാമത്തെ പേജിലാണ് ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ അതേ ആശയം തന്നെ ബഹുമാനപ്പെട്ട ഇമാമു ദിംയാത്തി തങ്ങൾ തൻ്റെ അൽ മതുജറു റാബിഹ് എന്ന ഗ്രന്ഥത്തിൻ്റെ 55-ാമത്തെ പേജിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വഖദ് സ്വറഹ ഇബ്നു ഖുസൈമ വ ജമാഅത്തും മിനൽ ഉലമ, ഇബ്നു ഖുസൈമ തങ്ങളും ഒരു പറ്റം പണ്ഡിതന്മാരും അവിടെ രേഖപ്പെടുത്തി ബി അന്ന സ്വലാത്തഹാ ഫീ ദാരിഹി അഫ്ളലു മിൻ സ്വലാത്തിഹാ ഫിൽ മസ്ജിദ്, സ്ത്രീ അവരുടെ വീടകങ്ങളിലെ നിസ്കാരമാണ് പള്ളിയേക്കാൾ നല്ലത്. വ ഇൻ കാന മസ്ജിദ മക്ക അവിൽ മദീന ഔ ബൈത്തുൽ മഖ്ദിസ്, മക്കയിലാവട്ടെ മദീനയിലാവട്ടെ ബൈത്തുൽ മഖ്ദിസിലാവട്ടെ അപ്പള്ളികളിൽ പോലും അവിടെയുള്ള പ്രത്യേകമായ സവിശേഷത പുരുഷനാണ്, സ്ത്രീകൾക്കല്ല എന്ന ആ ഒരു കൂട്ടിച്ചേർക്കൽ കൂടിയാകുമ്പോൾ ഇക്കാര്യം വളരെ സ്പഷ്ടമായിട്ടുണ്ട്, വളരെ വ്യക്തമായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഇതിനെതിരായിട്ട് വല്ലതും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിൻ്റെ കൃത്യമായ നിവാരണവും നമുക്കിവിടെ കാണേണ്ടതുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഹദീസൊക്കെ വിശദീകരിച്ച് അൽബാനിയുടെ വിശദീകരണങ്ങളൊക്കെ കേൾക്കുമ്പോഴേ, ഇപ്പോൾ ഇന്ന് ഉംറ ഹജ്ജൊക്കെ വേളയിൽ സ്ത്രീകൾ അങ്ങോട്ട് നിസ്കരിക്കാൻ വേണ്ടി മാത്രം പോകുന്നത് പോലെ ഒരു രംഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിനെപ്പോലെ നികശികാന്തം എതിർത്തുകൊണ്ടാണ് അൽബാനി പോലും സംസാരിച്ചിട്ടുള്ളത്. ഇത് നമ്മളെ അയിമത്ത് വേറെയും ഞാൻ നമ്മുടെ അയിമത്തിനെ മാറ്റി നിർത്തിയാൽ അൽബാനി പോലും, അൽബാനി എന്ന് പറഞ്ഞാൽ അൽബാനിയെക്കുറിച്ച് അൽമനാർ അടക്കമുള്ള ഇന്നത്തെ മുഴുവൻ മുജാഹിദ് ഗ്രൂപ്പുകളും ഒരുപോലെ അംഗീകരിക്കുന്ന സലഫി പണ്ഡിതനാണല്ലോ. അപ്പം അദ്ദേഹം പോലും ഈ രൂപത്തിൽ അതിനെ കാഴ്ചപ്പാടുണ്ടായിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. അതോടൊപ്പം ഒരു കാര്യം കൂടെ, ഇന്നിപ്പോൾ ഇവിടെ നമ്മൾ സ്ത്രീകൾ ജുമാ ജമാഅത്തിന് വേണ്ടി പള്ളിയിൽ പോകരുത് എന്ന് കേരളത്തിലുള്ള ആലിമീങ്ങൾ പറയുമ്പോൾ ഇവിടെയുള്ള പുത്തൻവാദികൾ ചെയ്യുന്ന പരിപാടി എന്താണ്? മക്കത്ത് സ്ത്രീകൾ പോകണ്ടല്ലോ എന്നുള്ളതാണ്, മദീനയിൽ പോകണ്ടല്ലോ എന്നുള്ളതാണ്. അതൊരു വലിയ പ്രമാണമായിട്ടാണ് ഇവർ കാണുന്നത്. പക്ഷെ അതൊരു പ്രമാണം അല്ലെന്നും അങ്ങനെ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരീഅത്തിൻ്റെ നിയമങ്ങളെ സംബന്ധിച്ച് ഒരു വിവരം ഇല്ലാത്തതുകൊണ്ടാണ് എന്നുള്ളതാണ് ഇവരുടെ നേതാവ് തന്നെ എഴുതി വെച്ചത് എന്നാണ് ഇപ്പോൾ പറഞ്ഞതിൻ്റെ ആകത്തുക. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പള്ളിയിലേക്ക് ജമാഅത്തിന് വരാൻ വേണ്ടി സമ്മതം ചോദിച്ച സ്വഹാബി വനിതകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരുത്സാഹപ്പെടുത്തുകയും അവരെ വീട്ടിലേക്ക് തന്നെ തിരിച്ചയക്കുകയും വീടിൻ്റെ ഉള്ളിൻ്റെ ഉള്ളാണ്
നിങ്ങൾക്ക് നിസ്കരിക്കാൻ ഏറ്റവും ഉത്തമമെന്ന് പഠിപ്പിക്കുകയും ചെയ്തു എന്നാണ് കഴിഞ്ഞ ചർച്ചയിൽ ഇവിടെ നാം വിശദീകരിച്ചത്. ഇത് പറയുമ്പോൾ പലപ്പോഴും ബിദ്അത്തിൻ്റെ കക്ഷികൾ ഉദ്ധരിക്കാറുള്ള ചില സ്വഹീഹുൽ ബുഖാരിയുടെയും സ്വഹീഹ് മുസ്ലിമിൻ്റെയും അതുപോലെയുള്ള നമ്മുടെ ഹദീസ് ഗ്രന്ഥങ്ങളിലെ ചില പരാമർശങ്ങൾ കാണാറുണ്ട്. മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നു, അഅ്തമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ അഅ്തമ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇശാ നമസ്കാരം പിന്തിപ്പിച്ചു. അങ്ങനെ ഹത്താ നാദാഹു ഉമറു നാമൻ നിസാഉ വസ്വിബിയാൻ, സയ്യിദുനാ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് പറഞ്ഞു, നബിയെ, സ്ത്രീകളും കുട്ടികളുമൊക്കെ ഉറങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി വരികയും നിസ്കരിക്കുകയും ചെയ്തു എന്ന സ്വഹീഹുൽ ബുഖാരിയുടെ 566 നമ്പർ ഹദീസ്. അതുപോലെ തന്നെ സ്വഹീഹുൽ ബുഖാരിയുടെ 866 നമ്പർ ഹദീസിൽ കാണാം, ഇൻകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലയുസല്ലി സുബ്ഹ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബഹി നമസ്കരിക്കാറുണ്ടായിരുന്നു. ഫയൻസരിഫു നിസാഉ മുതലഫിആത്തിൻ ബിമുറൂത്തിഹിന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ പള്ളിയിൽ നിസ്കരിച്ചിരുന്ന സ്ത്രീകൾ സുബഹി നമസ്കാരം കഴിഞ്ഞ് അവർ അവരുടെ മുഖവും തലമുടിയുമൊക്കെ മറച്ച് അവർ വീട്ടിലേക്ക് മടങ്ങും. മാ യുറഫിന മിനൽ ഗലസ്, ആ പ്രഭാത സമയത്തുള്ള ഇരുട്ട് അത് കാരണം അവരെ വേർതിരിച്ച് മനസ്സിലാവാറില്ല. ആ സമയത്തു തന്നെ അവരെ നിസ്കാരം കഴിഞ്ഞവർ വീട്ടിലേക്ക് മടങ്ങാറുണ്ട് എന്ന് പരാമർശിക്കുന്ന ഹദീസ്. ഇതൊക്കെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസുകളാണ്. ഇത്തരം ഹദീസുകൾ എടുത്തു വെച്ചുകൊണ്ട് ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് സ്ത്രീകൾ പള്ളിയിലേക്ക് ജുമുഅ ജമാഅത്തുകൾക്ക് വേണ്ടി പോയിരുന്നു എന്നറിയിക്കുന്നു എന്ന് പരാമർശിച്ച് നമ്മുടെ ഈ ആശയത്തെ, നാം പറയുന്ന ഈ ആദർശത്തെ ചോദ്യം ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു വിവരണവും കൂടി നാം ഈ സമയത്ത് നൽകേണ്ടതുണ്ട്. സ്ത്രീകൾ ജുമുഅ ജമാഅത്തുകളിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പ്രമാണം ഉദ്ധരിച്ച് സാധാരണയായി അഹ്ലുസുന്നയിലെ ഉലമാ പറയുമ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. സ്ത്രീകൾ യഥേഷ്ടം പള്ളികളിൽ പോയിരുന്നു പഴയ കാലങ്ങളിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തും മഹാന്മാരായ സ്വഹാബത്തിൻ്റെ കൂടെയുമൊക്കെ സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്ന് അറിയിക്കുന്ന ചില ഒറ്റപ്പെട്ട തെളിവുകളാണെന്ന പേരിൽ കേരളത്തിലെ ബിദ്അത്തുകാർ ഉന്നയിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ ഇമ്മത്തുകൾ അതെല്ലാം കൃത്യമായി വിശദീകരിച്ചിട്ടും ഉണ്ട്. ഇവിടെ നാം അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിലപ്പോൾ ചില സംഗതിയെ ആദ്യഘട്ടത്തിൽ വിരോധിക്കും, പിന്നീട് അതിന് അനുവാദം നൽകിയിട്ടും ഉണ്ടാകും. ഈ പിന്നീട് അനുവാദം നൽകിയത് എടുക്കാതെ അല്ലെങ്കിൽ അത് കാണാതെ ആദ്യം വിരോധിച്ചിട്ടുണ്ടല്ലോ എന്ന നിലക്ക് ഇപ്പോഴും അത് പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല. ഉദാഹരണത്തിന് കുന്തു നഹൈതുക്കും അൻ സിയാറത്തിൽ ഖുബൂരി എന്ന് ഒരു ഹദീസിൽ കാണാം, നിങ്ങളെ ഖബർ സിയാറത്തിൽ നിന്ന് ഞാൻ വിരോധിച്ചിരിക്കുന്നു, നിങ്ങൾ ഇനി സിയാറത്ത് ചെയ്യണം എന്ന് ഹദീസിലുണ്ട്. അപ്പോൾ വിരോധിച്ചു എന്ന് പറയുന്നത് നേരത്തെ പല സാഹചര്യങ്ങൾക്കും വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരോധിച്ചിരുന്നെങ്കിലും പിന്നീട് അത് അനുമതി നൽകി എന്നുള്ളതാണ്. ചില സംഗതികൾ അങ്ങനെ ഉണ്ടാവും. മറ്റു ചില കാര്യങ്ങൾ നേരെ തിരിച്ചുണ്ടാവും. അതായത് നേരത്തെ അനുവദിച്ച് പിന്നീട് അത് പറ്റില്ല എന്ന് പറഞ്ഞതുണ്ടാവും.
അവിടെയും നമ്മൾ രണ്ടാമത് പറഞ്ഞത് അറിയാതെ അത് എടുക്കാതെ ആദ്യം പറഞ്ഞത് മാത്രം എടുത്താൽ പറ്റൂല എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അതിൻ്റെ ഉദാഹരണമാണ് നമ്മുടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന സ്ത്രീ ജമാഅത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ. നേരത്തെ ഉദ്ധരിച്ച 2 ഹദീസും ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹിമഹുല്ല തൻ്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസുകളാണ്. എന്നാൽ അതേ ഇമാം ബുഖാരി അവറുകൾ തന്നെ സ്വഹീഹുൽ ബുഖാരിയുടെ 566 നമ്പർ ഹദീസ് അതിൽ പറഞ്ഞത് കാണാം. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മഹാനവറുകൾ പറഞ്ഞു, വദാലിക ഖബ്ല അൻ യഫ്ശുവൽ ഇസ്ലാം. ഈ പറഞ്ഞത് ഇസ്ലാം വ്യാപകമാകുന്നതിൻ്റെ മുമ്പുള്ള അവസ്ഥയാണ് എന്ന് പറഞ്ഞു. ഇസ്ലാം പ്രചരിക്കുന്നതിൻ്റെ മുമ്പ് ഇങ്ങനെ പല സംഗതികളും നടന്നിരുന്നു എന്ന് മഹാനവറുകൾ തന്നെ തൻ്റെ സ്വഹീഹുൽ ബുഖാരിയിൽ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ത്വഹാവി 321 ഹിജ്റ ആ കാലയളവിൽ വഫാത്തായ വലിയ പണ്ഡിതനാണ്. മഹാനവറുകളിൽ നിന്ന് എടുത്തുദ്ധരിച്ചുകൊണ്ട് മറ്റു പല മഹാന്മാരും പറഞ്ഞു, യഹ്തമിലു അൻ യകൂന ഹാദൽ അംറു ഫീ അവ്വലിൽ ഇസ്ലാമി വൽ മുസ്ലിമൂന ഖലീൽ. ഈ പറഞ്ഞതൊക്കെ ഇസ്ലാമിൻ്റെ ആദ്യകാലങ്ങളിൽ ആവണം. കാരണം അന്ന് മുസ്ലിമീങ്ങൾ വളരെ കുറവായിരുന്നു. ഫഉരീദ തക്സീറു ബിഹുദൂരിഹിന്ന തർഹീബൻ ലിൽ അദുവി. അപ്പോൾ ആ കാലയളവിൽ നമ്മളെ ഇസ്ലാമിലെ ആളുകൾ കുറവായതുകൊണ്ട് ഒരു വീട്ടിലെ സ്ത്രീകളും കൂടെ ഇറങ്ങണമെന്ന് പറഞ്ഞാൽ പുരുഷന്മാരും സ്ത്രീകളും കൂടെ ആവുമ്പോൾ ഒരു വീട്ടിൽ തന്നെ വലിയൊരു സംഘം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഓരോ വീടുകളിൽ നിന്ന് ഇറങ്ങിയാൽ വെറും പുരുഷന്മാർ മാത്രം ഇറങ്ങുന്നത് പോലെ ആവില്ലല്ലോ, എല്ലാവർക്കും അറിയാം. അപ്പോൾ അവിടെ ശത്രുക്കൾക്കൊരു പേടി ഉണ്ടാവും, ഇസ്ലാമിൽ ഇത്രയും കൂടുതൽ ആളുകളുണ്ട് എന്ന ഒരു പേടി ശത്രുക്കളുടെ മനസ്സിലുണ്ടാകാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നത്. ഫഅമ്മൽ യൗമു ഫലാ യഹ്താജു ഇലാ ദാലിക്. എന്നാൽ ഈ കാലത്ത് അങ്ങനൊരു ആവശ്യം ഇല്ല. സ്ത്രീകളെ ഇറക്കിയിട്ട് ഞങ്ങൾ കുറേ ആളുകളുണ്ട് എന്ന് വരുത്തി തീർക്കേണ്ട ഒരവസ്ഥ ഇപ്പോൾ നമുക്കില്ല. ഇസ്ലാം ശക്തിപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇമാം ത്വഹാവി റഹിമഹുല്ല പറഞ്ഞത്. ഉംദത്തുൽ ഖാരിയിൽ 6-ാം വാള്യം 303-ാമത്തെ പേജിൽ ഈ വിഷയം പറഞ്ഞത് കാണാം. ബഹുമാനപ്പെട്ട അല്ലാമ ഇമാം കാസാനി റഹ്മത്തുല്ലാഹി അലൈഹി മഹാനവറുകൾ പറഞ്ഞു, വയുറുവാ ഫീ ദാലിക അഹാദീസു. ഈ വിഷയത്തിൽ ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ലാക്കിൻ തിൽക കാനത്ത് ഫി ഇബ്തിദാഇൽ ഇസ്ലാമി സുമ്മ നുസിഖത്ത് ബഅദ ദാലിക. അതൊക്കെ ഇസ്ലാമിൻ്റെ ആദ്യകാലത്താണ്, പിന്നീട് അത് ഒഴിവാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വേറെ ഒരു സ്ഥലത്ത് മഹാനവറുകൾ പറഞ്ഞു, കാന ദാലിക ഫി ഇബ്തിദാഇൽ ഇസ്ലാമി ഹീന കുന്നൻ നിസാഉ യഹ്ളുർനൽ ജമാഅത്ത്. സ്ത്രീകളൊക്കെ ജമാഅത്തിൽ പങ്കെടുത്തിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ചാണ് ഈ പറഞ്ഞത്. സുമ്മലമ്മ ഉമിറത്ത് ബിൽ ഖറാറി ഫിൽ ബുയൂത്തി ഇൻതസഹ ദാലിക. പിന്നെ അവരോട് വീടുകളിൽ ഒതുങ്ങിയിരിക്കണം എന്ന നിർദ്ദേശം വന്നതോടുകൂടെ ആ സംഗതിയൊക്കെ ഒഴിവാക്കപ്പെട്ടു എന്നും മഹാനവറുകൾ തൻ്റെ ബദാഇഉ സനാഇൻ്റെ 1-ാം വാള്യം 157-ാമത്തെ പേജിൽ പറയുന്നത് കാണാം. മറ്റൊന്ന്, ഇതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ത്രീകളോട് വരാൻ പറഞ്ഞു. എന്നാൽ ഏത് സ്ത്രീകളോടും റസൂലുള്ളാഹി തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട് എന്നാ, മെൻസസ് ഉള്ള സ്ത്രീകളോട് പോലും നിങ്ങൾ ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് വിശദീകരിച്ചുകൊണ്ട് പിന്നെ മഹാനായ ഇമാം ഹിസ്നി റഹിമഹുല്ല തൻ്റെ കിഫായത്തുൽ അഖിയാറിൽ വിശദീകരിച്ച് പറഞ്ഞത് കാണാം. ഇത് ആദ്യകാലത്തെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ഈ ഹദീസുകളൊക്കെ വിശദീകരിച്ച് മഹാനവറുകൾ പറഞ്ഞു, വഇൻ ദല്ല അലൽ ഖുറൂജി ഇല്ലാ അന്നൽ മഅനല്ലദീ കാന ഫീ ഖൈറിൽ ഖുറൂനി ഖദ് സാല. ഇത് പഴയ കാലത്തായിരുന്നു, അത് നീങ്ങിപ്പോയി. വൽ മഅന അന്നഹു കാന ഫിൽ മുസ്ലിമീന ഖില്ലത്തുൻ ഫഅദിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലഹുന്ന ഫിൽ ഖുറൂജി ലിയഹ്സുല ബിഹിന്നൽ കസറതു. സ്ത്രീകളെ കൊണ്ട് ജനസംഖ്യ കൂട്ടണം എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുസ്ലിമീങ്ങളുടെ അംഗസംഖ്യ കുറഞ്ഞിരുന്ന കാലത്ത് പറഞ്ഞതായിരുന്നു. വലിഹാദ, ഇങ്ങനെയുള്ള അധികരിപ്പിക്കണം എന്ന കാരണം കൊണ്ടാണ് അതിനലിൽ ഹുയ്യലി മഅന്ന സ്വലാത്ത മഫ്ഖൂദത്തുൻ ഫീ ഹഖ്ഹിന്ന. യഥാർത്ഥത്തിൽ നിസ്കാരം പോലും ഇല്ലാത്ത സമയത്ത് മെൻസസ് ഉള്ള സ്ത്രീകളോട് വരെ
നിങ്ങൾ ഇങ്ങോട്ട് വരണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും മെൻസസ്സുള്ള സ്ത്രീകളെ കൊണ്ടുവരുന്ന എന്തിനാണ്? നിസ്കരിക്കാനല്ല, അത് ആളുകളുടെ അംഗസംഖ്യ കൂട്ടാനാണ്. ഇങ്ങനെ അംഗസംഖ്യ കൂട്ടാൻ വേണ്ടി ഒരു കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചിരുന്നു. അതേ നബി തങ്ങൾ തന്നെ പിന്നീട് അത് വിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇമാമിങ്ങൾ വിശദീകരിച്ച് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ മുസലമിൻ സഖാഫി പറഞ്ഞ മറുപടി ഇതൊക്കെ ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിലായിരുന്നു. അതിനോട് ഉപോത്ബലകം തന്നെയാണ്. ഇപ്പോൾ നേരത്തെ തങ്ങൾ ചോദിച്ചപ്പോൾ തന്നെ ആ ചോദ്യത്തിൽ അത്തമ എന്നാണ് ഇശാ നിസ്കാരത്തെക്കുറിച്ച് പരാമർശിച്ചത് അല്ലേ? ഇശാ നിസ്കാരത്തിന് അത്തമ നിസ്കാരം എന്ന് പറയാൻ പാടില്ല എന്ന് കുറിക്കുന്നൊരു നിബിയോജനം ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ അതൊക്കെ ഇതൊക്കെ ആദ്യ കാലഘട്ടത്തിലായിരുന്നു. ആ നിരോധനം വരുന്നതിൻ്റെ മുമ്പായിരുന്നു, ആദ്യ കാലഘട്ടത്തിലായിരുന്നു എന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാക്കാനും കഴിയണ്ടല്ലോ അല്ലേ? അപ്പോൾ സമാനമായിട്ട് ഇനി ഇത്തരത്തിൽ വ്യാപകമായി സ്ത്രീകൾ പോയതായിട്ട് അറിയിക്കുന്ന ഇത്തരത്തിലുള്ള ഹദീസുകൾക്കെല്ലാമുള്ള ഒരു പൂരണവും ഒരു മറുപടിയാണ് അതായത് ഇമാം ഹൈസനി തങ്ങൾ തൻ്റെ കിഫായത്തുൽ ഖിയാറിലും ഇമാം കാസാനി തങ്ങൾ തൻ്റെ ബദാഇഉസ്സനായിലും ഇമാം തഹാബി തങ്ങൾ അവരൊക്കെ അവരുടെ ഗ്രന്ഥത്തിൽ ഈ ഹദീസിനെ കുറിച്ച് പറഞ്ഞത് ഇത് ആദ്യകാലത്താണ്, ഇസ്ലാമിൻ്റെ അംഗസംഖ്യ വർദ്ധിപ്പിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അത്തരത്തിൽ നടന്ന ആ സംഭവങ്ങൾ എടുത്ത് പിൽക്കാലത്തേക്ക് വ്യാപകമായ പോക്കിന് തെളിവാക്കുന്നത് ശരിയല്ല എന്ന് കൃത്യമായി ബോധ്യമായി. ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിലായിരുന്നു എന്നാണ് ഇവിടെ മുസല്ലമീൻ സഖാഫി പള്ളിയിൽ പോയ ചില സംഭവങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത്. എന്നാൽ ആദ്യ കാലഘട്ടത്തിൽ മാത്രമല്ല, അതിനുശേഷവും സ്ത്രീകൾ പള്ളിയിൽ പോയതായി കുറിക്കുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തത് നമുക്ക് കാണാൻ കഴിയും. മഹദിയായ ആതിഖ ബീവി റളിയല്ലാഹു അൻഹ അവിടുന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് പള്ളിയിൽ പോയതായി ഉദ്ധരിക്കുന്ന സംഭവങ്ങൾ കൂടുതലായി പറഞ്ഞുകൊണ്ട് ബിദ്അത്തിൻ്റെ കക്ഷികൾ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. അതിനെക്കുറിച്ച് നമുക്കൊരു വിശദീകരണം ആവശ്യമാണെന്ന് തോന്നുന്നു. ഇവിടെ ആതിഖ ബീവി റളിയല്ലാഹു തആല അൻഹ പള്ളിയിൽ പോയിരുന്നു. അത് ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിലല്ലല്ലോ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയായിരുന്നു ആതിഖ ബീവി. അങ്ങനെ ആതിഖ ബീവി ആ സമയങ്ങളിലൊക്കെ പള്ളിയിൽ പോകാറുണ്ടായിരുന്നു. അപ്പോൾ ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിലല്ല അത്, അതിന് ശേഷവും ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വെച്ച് പള്ളിയിലേക്ക് പോകാം എന്ന് തെളിവ് പിടിക്കാനാണ് ഈ ഹദീസ് അല്ലെങ്കിൽ ഈ ഒരു ചരിത്ര സംഭവം ഒരു തെളിവ് പിടിക്കുന്നതെങ്കിൽ അവർ പള്ളിയിൽ പോകാതിരിക്കാനും ഈ ഹദീസ് തന്നെ അവർ തെളിവ് പിടിക്കേണ്ടി വരും. കാരണം ആതിഖ ബീവി റളിയല്ലാഹു അൻഹ പോയി പിന്നീട് ആതിഖ ബീവി ആ ഉദ്യമത്തിൽ നിന്ന് വിട്ടുനിന്നിട്ടുമുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന് ആദ്യമേ ആതിഖ ബീവിയോട് ഈ വിഷയത്തിൽ നന്നായി വിയോജിപ്പുണ്ടായിരുന്നു. ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയാലോ. പിന്നീട് ആതിഖ ബീവി റളിയല്ലാഹു തആല അൻഹ പള്ളിയിൽ പോക്ക് പൂർണ്ണമായും നിർത്തി. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നുണ്ട്, എന്തേ ലിമ തറക്തിൽ ഖുറൂജ, ഇപ്പോൾ എന്താണ് നിങ്ങൾ പള്ളിയിലേക്ക് പോകാത്തത്? ഇപ്പോൾ പള്ളിയിൽ പോക്കൊക്കെ ഉപേക്ഷിച്ചല്ലോ, എന്താണ് കാരണം? ഫഖാലത്ത്, അപ്പോൾ ആതിഖ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നത്, ഖദ് ഫസദന്നാസ്, ജനങ്ങളൊക്കെ ഫസാദിലായിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾ ഫസാദിലായി, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പള്ളിയിലേക്ക് പോകുന്നില്ല, പോക്ക് നിർത്തുകയും ചെയ്തു. ഫഅല്ലലത്ത് അദമ ഖുറൂജിഹ ഇലൽ മസ്ജിദി ബി ഫസാദിന്നാസ്, മഹദി അവറുകൾ പള്ളിയിലേക്ക് പോകാതിരിക്കാനുള്ള ആ പോക്കിനെ ഉപേക്ഷിക്കാനുള്ള കാരണമായി മഹദി അവറുകൾ വിശദീകരിക്കുന്നത് ജനങ്ങളൊക്കെ ഫസാദായിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ജനങ്ങളായിരുന്ന നല്ല ആളുകളായിരുന്ന കാലത്ത് മഹദി അവറുകൾ പോയിരുന്നു എന്നും പിന്നെ ഫിത്നകൾ ഉണ്ടാകാൻ തുടങ്ങിയപ്പോൾ മഹദി അവറുകൾ സ്വയമായി തന്നെ അതിൽ നിന്ന് പിന്തിരിയുകയും ചെയ്തിട്ടുണ്ട് എന്ന് ആതിഖ ബീവിയുടെ ചരിത്ര സംഭവങ്ങൾ പരിധി നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഫിത്ന ഭയപ്പെടുന്ന കാലഘട്ടത്തിൽ സ്ത്രീകൾ പള്ളിയിലേക്ക് പോകാൻ പാടില്ല എന്ന് തന്നെയാണ് ഈ ചരിത്ര സംഭവങ്ങളൊക്കെ സാക്ഷ്യപ്പെടുത്തുന്നത്. അതുകൊണ്ടാണല്ലോ മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ഉദ്ധരിക്കുന്ന പ്രസിദ്ധമായൊരു ഹദീസ് ഉണ്ടല്ലോ, ലൗ റഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ അഹ്ദസൻ നിസാഉ ലമനഅഹുന്നൽ മസാജിദ കമാ മുനിഅത് നിസാഉ ബനി ഇസ്രായീൽ.
ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അല്ലാമ തഖിയുദ്ദീനുൽ ഹിസ്നി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ കിഫായത്തുൽ അഖ്യാർ എന്ന ഗ്രന്ഥത്തിൽ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മഹാനവറുകൾ പറയുന്നത്, ഫഹാദിഹി ഫത്വ ഉമ്മിൽ മുഅ്മിനീൻ ഫീ ഖൈരിൽ ഖുറൂൻ ഫകൈഫ ബിസമാനിനാ ഹാദൽ ഫാസിദ്. മഹാനവറുകൾ വിശദീകരിക്കുന്നത് ഇത് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഫത്വയാണ്. ഫിത്നയുണ്ടാകുന്ന കാലഘട്ടത്തിൽ സ്ത്രീകൾ പള്ളിയിലേക്ക് പോകാൻ പാടില്ല എന്നതിനെ കുറിക്കുന്ന മഹതിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഫത്വയാണിത്. എന്നിട്ട് അദ്ദേഹം വളരെ ആശ്ചര്യകരമായി തന്നെ അദ്ദേഹം പറയുന്നത്, ഫകൈഫ ബി സമാനിനാ ഹാദൽ ഫാസിദ്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഈ ഫത്വ പുറപ്പെടുവിക്കുന്നത് ഖൈറുൽ ഖുറൂൻ, ആ കാലഘട്ടത്തിലാണ്, 1-ാം നൂറ്റാണ്ടിലാണ്. അപ്പോൾ 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഇത്തരം ഫിത്നകൾ വ്യാപകമായിട്ടുണ്ടെങ്കിൽ തഖിയുദ്ദീനുൽ ഹിസ്നി തങ്ങളുടെ വഫാത്ത് ഹിജ്റ 752 ആ ഹിജ്റ 752 അവർ പറയുന്നത് ആ കാലഘട്ടത്തിൽ തന്നെ ഫിത്നയുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ എന്തായാലും ഫിത്നകൾ സർവ്വവ്യാപകമായ സമയമാണ്. എന്തായാലും സ്ത്രീകൾ ജുമാ ജമാഅത്തുകൾക്ക് വേണ്ടി ഇറങ്ങിപ്പുറപ്പെടാൻ പാടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. തഖിയുദ്ദീനുൽ ഹിസ്നി തങ്ങളുടെ കാലഘട്ടം ആ കാലഘട്ടമായിരുന്നുവെങ്കിൽ ഇന്നത്തെ ഇപ്പോൾ ഈ നൂറ്റാണ്ട് പറയേണ്ടതില്ലല്ലോ. അപ്പോൾ സ്ത്രീ പള്ളി പ്രവേശനത്തിന് മുറവിളി കൂട്ടുന്ന ആളുകൾ ഉന്നയിക്കുന്ന 2 പ്രമാണങ്ങളുടെ മുനയാണ് ഇപ്പോൾ ഒടിഞ്ഞിട്ടുള്ളത്. ഒന്ന് ആത്തിക്ക ബീവിയാണ് അവർ കൊട്ടിഘോഷിക്കാറുള്ളത്. അപ്പോൾ ആത്തിക്ക ബീവി പോയി എന്ന പേരും പറഞ്ഞ് പള്ളിയിൽ പോകാൻ മുറവിളി കൂട്ടുന്നവർ ആത്തിക്ക ബീവി നിർത്തിയത് കണ്ട് നിർത്തണം എന്ന് നമുക്ക് അവിടെ കൃത്യമായി ബോധ്യപ്പെട്ടു. ഇനി ആയിഷ ബീവിൻ്റെ ഫത്വ അത് നിരുത്സാഹപ്പെടുത്തപ്പെടേണ്ടതാണ് എന്ന് ഇമാം ഹസ്സനി തങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി. ഇത് രണ്ടും അവരുടെ പ്രമാണങ്ങളുടെ മുനയൊടിക്കുന്ന 2 അടിസ്ഥാന രേഖകളാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഈ വിഷയത്തിൽ ബിദ്അത്തുകാരുടെ മാസ്റ്റർ പീസായി അവർ ഉദ്ധരിക്കാറുണ്ട്. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്. അള്ളാഹുവിൻ്റെ അടിമകളായ സ്ത്രീകളെ നിങ്ങൾ പള്ളിയെ തൊട്ട് തടയരുത്, വിലക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇവരുടെ ഈ വിഷയത്തിലെ വളരെ പ്രധാനപ്പെട്ട അവരുന്നയിക്കുന്ന പ്രമാണം. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞതും തടയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതും ഇങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ അതിനെ സംബന്ധിച്ചും കൂടെ ആളുകളുടെ ഉണ്ടാകുന്ന സംശയം തീർക്കുകയാണെന്നുണ്ടെങ്കിൽ ഫലില്ലാഹിൽ ഹംദ്. വിദേഹത്തിൻ്റെ കക്ഷികൾ ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഉദ്ധരിക്കുന്ന ഹദീസാണ് ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ് വ ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന. അള്ളാഹുവിൻ്റെ അടിമകളായ സ്ത്രീകളെ നിങ്ങൾ പള്ളികളെ തൊട്ട് വിലങ്ങരുത്, അവർക്കുത്തമം അവരുടെ വീടുകളാണ്. സ്വഹീഹായ ഹദീസാണ്. ഇന്ന് ബിദ്അത്തിൻ്റെ കക്ഷികൾ മുസ്ലിം സ്ത്രീകളെ പള്ളിയിലേക്ക് ആനയിക്കാൻ ഈ ഹദീസിനെ ദുരുപയോഗം ചെയ്യുകയാണ് എന്നാണ് ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം. കാരണം മഹാരഥന്മാരായ അയിമ്മത്ത് മുഴുവൻ ഈ ഹദീസിനെ ഉദ്ധരിച്ച് പള്ളിയിലേക്ക് കൊണ്ടുപോകണം എന്നല്ല പറഞ്ഞത്, മറിച്ച് അതിനൊക്കെ മഹാന്മാരായ ഇമാമുകൾ വ്യത്യസ്ത മറുപടികൾ നൽകുകയാണ് ചെയ്തത്. 1300 വർഷം മുമ്പ് വഫാത്തായ മഹാനായ ഇമാമുന ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ച ഇഖ്തിലാഫുൽ ഹദീസ് എന്ന ഗ്രന്ഥമാണ് എൻ്റെ കയ്യിലുള്ളത്. മഹാനായ ഇമാം ഷാഫിഈ തങ്ങൾ പറയുന്നത് കാണാം, ഖുൽതു, ഈ ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയാൻ, ലാ യജൂസു ലഹു, ഇതിൻ്റെ അർത്ഥം ലാ യജൂസു ലഹു അയ്യംനഅഹ മസ്ജിദല്ലാഹിൽ ഹറാം ലിഫരീളത്തിൽ ഹജ്ജ്, ഹജ്ജ് ചെയ്യുന്നതിന് വേണ്ടി അതുപോലെ തന്നെ തവാഫ് ചെയ്യുന്നതിന് വേണ്ടി ഒന്നും സ്ത്രീകളെ തടയാൻ പാടില്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് ഇഖ്തിലാഫുൽ ഹദീസിൻ്റെ 144-ാമത്തെ പേജിൽ പറയുന്നു. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്, എല്ലാ പള്ളികളെ തൊട്ടും നിങ്ങൾ വിലങ്ങരുത്. അങ്ങനെ എല്ലാ പള്ളികളും നിങ്ങൾ വിലങ്ങിയാൽ അതിൽ മസ്ജിദുൽ ഹറാമു പെടും. മസ്ജിദുൽ ഹറാമു കൂടി തടയുന്നൊരവസ്ഥയുണ്ടായാൽ സ്ത്രീകൾക്ക് അവർ ഹജ്ജ് ചെയ്യാൻ, തവാഫ് ചെയ്യാൻ, ഉംറ ചെയ്യാൻ
പ്രയാസമാകും. അതുകൊണ്ട് ഇപ്പറഞ്ഞതിൻ്റെ ഉദ്ദേശം മസ്ജിദുൽ ഹറാമാണ് എന്ന് മഹാനായ ഇമാമുന ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ ഇഖ്തിലാഫുൽ ഹദീസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ ഇബ്നു ഹജറിൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തുഹ്ഫയിൽ പറയുന്നത് കാണാം, സുമ്മൽ വജ്ഹു ഹംലുഹു അലാ സമനിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലേക്ക് മാത്രം പരിമിതമാണ് എന്നാണ്. കാരണം എല്ലാ പള്ളികളും വിലങ്ങിയാൽ സ്വഹാബിയായ സ്ത്രീക്ക് റസൂലുള്ളാഹിയുമായി സംവദിക്കാൻ പ്രയാസമാകും. ഒരു സ്വഹാബി വനിതക്ക് സ്വഹാബിയത്ത് എന്ന പട്ടം കിട്ടണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിലേക്ക് വരേണ്ടതുണ്ട്. അത് നിങ്ങൾ തടയരുത് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. റസൂലുള്ളാഹിയുമായിട്ട് ഒരുപാട് വിധിവിലക്കുകൾ, അവിടുത്തെ കോടതി മസ്ജിദുൻ നബവിയായിരുന്നു. അതുകൊണ്ടാണ് മറ്റൊരു ഹദീസിൽ കാണാം, ലാ തംനഉൻ നിസാഅ ഹുദൂദഹുന്ന മിനൽ മസ്ജിദി. പള്ളിയിൽ നിന്ന് കിട്ടേണ്ട ഒരുപാട് അവകാശങ്ങളുണ്ട്. അതായത് ഖാളി, കോടതി, ഇത്തരം ഒരുപാട് സംഭവങ്ങളുണ്ട്. അങ്ങനെ നിങ്ങൾ അത്തരം ഘട്ടങ്ങളിൽ നിങ്ങൾ സ്ത്രീകളെ തടയരുത് എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഷരീഫ് സഖാഫിയുടെ വിശദീകരണം കേൾക്കിട്ടപ്പോൾ ഞാൻ ഓർക്കുന്നത് ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു പോസ്റ്റിനെ സംബന്ധിച്ചാണ്. അത് ഒരു സ്ഥാപനത്തിൽ, കേരളത്തിലെ ഒരു ശ്രദ്ധേയമായ ഒരു സ്ഥാപനത്തിൽ നിന്ന് ബിരുദമെടുത്തിറങ്ങിയ ഒരു യുവ പണ്ഡിതനാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഈ ഹദീസിനെ പ്രമാണങ്ങൾക്കൊന്നും നിരക്കാത്ത രൂപത്തിലുള്ള ഒരു വ്യാഖ്യാനം, അതായത് സുന്നത്തമയത്തിൻ്റെ വ്യാഖ്യാനങ്ങളിൽ നിന്ന് വിടും ചെയ്തു. ഞാൻ പൂർണ്ണമായിട്ട് വിധേയത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് തോന്നിപ്പിക്കാനായിരിക്കാം അയാൾ അതിൽ പറയുന്നത്. ലാ തംനു ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ് വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന. പ്രത്യക്ഷത്തിൽ ഇത് വൈരുദ്ധ്യം തോന്നിക്കണ്ടല്ലോ. അപ്പോൾ അതിനൊരു സമീകരണം ഇങ്ങനെ വേണം എന്നാണ് പറയണത്. അതായത് ലാ തംനു ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ് എന്ന് പറഞ്ഞത് ഒരു ഘട്ടത്തിലും വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന എന്ന് പറഞ്ഞത് മറ്റൊരു ഘട്ടത്തിലുമാണ്. അതായത് വീടുകളിൽ അടങ്ങി ഒതുങ്ങി കഴിയുന്ന സ്ത്രീകളുണ്ട്, അവരെ സംബന്ധിച്ചിടത്തോളം വീടുകളിൽ വെച്ചാണ് നിസ്കാരം നല്ലത് എന്നും, പുറത്ത് ജോലിക്കും അതുപോലെ തന്നെ മറ്റാവശ്യങ്ങൾക്കും പുറത്തു പോകുന്ന സ്ത്രീകൾ, അവർ സ്ത്രീകളുടെ നിസ്കാര സ്ഥലം എന്ന സ്ഥലം തേടിപ്പോയി അലഞ്ഞ് പ്രയാസപ്പെടേണ്ട, അവർക്ക് പള്ളിയും വേണം, അതിനാണ് ഈ ഹദീസ് ഇങ്ങനെ സമീകരിക്കണം എന്ന് പറഞ്ഞ് തീർത്തും ഒരു പ്രമാണങ്ങളും പിന്തുണക്കാത്ത ഒരു വിശദീകരണം കാണുകയുണ്ടായി. അതിന് യാതൊരു പിന്തുണയില്ല എന്നും ഹദീസിൻ്റെയും വ്യാഖ്യാനത്തിൻ്റെയും വെളിച്ചത്തിൽ അതൊക്കെ വളരെ നിഷ്ഫലമായ ദുർവ്യാഖ്യാനമാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് ഈ വിശദീകരണത്തിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞതിൽ നിന്നൊക്കെ ഉത്തമ നൂറ്റാണ്ടിലെ വനിതകളൊന്നും വ്യാപകമായി പള്ളിയിലേക്ക് പോയിട്ടില്ല എന്ന് നമ്മൾ സമർത്ഥിച്ചല്ലോ. എന്നാൽ സ്വഹീഹുൽ ബുഖാരിയിലെ ഒരു ഹദീസ് ഈ വഹാബികൾ വളരെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അവിടെ കാണാം, കുന്ന നിസാഉൽ മുഅ്മിനാത്തി ഷഹിദിന മാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തുൽ ഫജ്ർ എന്ന് തുടങ്ങുന്ന ഹദീസ്. ആ ഹദീസിൽ മുഅ്മിനീങ്ങളായ സ്ത്രീകളെല്ലാം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ജുമാ ജമാഅത്തുകളിൽ നബി തങ്ങളോടൊപ്പം സാക്ഷികളായിരുന്നു. ഈ ഹദീസ് വിശദീകരിച്ച് അവർ പറയും, മുഅ്മിനീങ്ങളായ പെണ്ണുങ്ങൾ എന്നതിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ, പെൺകുട്ടികൾ, അവരൊക്കെയാണല്ലോ മുഅ്മിനീങ്ങൾ, അവർ മുഅ്മിനീങ്ങളാണല്ലോ, അവരാണ് ഏറ്റവും വലിയ മുഅ്മിനീങ്ങൾ. അപ്പോൾ അവരും ഈ ഹദീസിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ അവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ജുമാ ജമാഅത്തുകളിൽ പങ്കെടുത്തിരുന്നു എന്ന് സർവ്വവ്യാപകമായി അവരിങ്ങനെ പറഞ്ഞ് പരത്തുന്നുണ്ട്. എങ്ങനെയാണ് നമ്മളതിനെ സമീപിക്കേണ്ടത്? ബിദ്അത്തിന്റെ കക്ഷികൾ പറയുന്ന ഈ വാദം തീർത്തും അബദ്ധമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് സ്ത്രീകൾ പള്ളിയിൽ പോയി എന്ന് അറിയിക്കുന്ന ഹദീസുകൾ ഇസ്ലാമിൻ്റെ ആദ്യകാലത്തായിരുന്നു എന്ന് നാം ഇവിടെ വിശദീകരിച്ചു. പിൽക്കാലത്തും പോയ ചില ഒറ്റപ്പെട്ട സംഭവങ്ങളെക്കുറിച്ചുള്ള വിശദീകരണങ്ങളും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരോ പെൺമക്കളോ ആരും ഇസ്ലാമിൻ്റെ ആദ്യകാലത്താണെങ്കിലും ശേഷമാണെങ്കിലും അവരാരും പള്ളിയിലേക്ക് പോയിട്ടില്ല എന്ന് മഹാനായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഖ്തിലാഫുൽ ഹദീസിൻ്റെ 145, 146 പേജുകളിൽ വളരെ വിശദമായി തന്നെ ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്.
മഹാനവറുകൾ പറയുന്നത് കാണാം, വലം നഅലം മിൻ ഉമ്മഹാത്തിൽ മുഅ്മിനീന ഇംറഅത്തൻ ഖറജത് ഇലാ ജുമുഅത്തിൻ വലാ ജമാഅത്തിൻ ഫി മസ്ജിദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ ഒരാളും ജുമുഅ ജമാഅത്തിന് വേണ്ടി പള്ളികളിലേക്ക് ഇറങ്ങി പുറപ്പെട്ടു പോയതായി നമുക്കറിയില്ല. ഇമാമുന ശാഫി റളിയല്ലാഹു അൻഹു തുടർന്ന് പറഞ്ഞ് അവസാനം വഖദ് കാന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസാഉം മിൻ അഹ്ലി ബൈതിഹി വ ബനാതിഹി വ അസ്വാജിഹി വ മൗലയാതിഹി വ ഖദമിഹി വ ഖദമി അഹ്ലി ബൈതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ അവിടുത്തെ ഭാര്യമാർ, അവിടുത്തെ പെൺമക്കൾ, അതുപോലെ അവിടെ ഖിദ്മത്ത് ചെയ്തിരുന്ന സ്ത്രീകൾ, അങ്ങനെ പലരും ഉണ്ടായിരുന്നു. ഇന്ന് പള്ളിയിൽ പോകുന്നവരും അല്ലാത്തവരുമായ എല്ലാ ബീവിമാരുടെയും ഉമ്മാമയായ ബീവി ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ അടക്കം ഉള്ള ആ വീട്ടിൽ നിന്ന് ഫമാ അലിംതു മിൻഹുന്ന ഇംറഅത്തൻ ഖറജത് ഇലാ ശുഹൂദി ജുമുഅ, ഒരാളും ജുമുഅക്ക് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു പോയത് ഞാൻ അറിഞ്ഞിട്ടില്ല. വലാ ഇലാ ജമാഅത്തി ഗൈരിഹ ഫീ ലൈലിൻ ഔ നഹാരിൻ, ജുമുഅ അല്ലാത്ത മറ്റു നിസ്കാരങ്ങൾക്ക് വേണ്ടി ജമാഅത്തിന് വേണ്ടി പോയതുമില്ല. പകലിലും പോയിട്ടില്ല, രാത്രിയും പോയിട്ടില്ല. വലാ ഇലാ മസ്ജിദി ഖുബാ, അത് മസ്ജിദുൽ ഹറാമിലേക്കും മസ്ജിദുൽ നബവിയിലേക്കും എന്ന് മാത്രമല്ല, മസ്ജിദ് ഖുബായിലേക്കും പോയിട്ടില്ല. വലാ ഇലാ ഗൈരിഹി മിനൽ മസാജിദ്, വേറെ മറ്റു ഒരു പള്ളിയിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലെ ഒരു സഹോദരിയും ഇറങ്ങി പുറപ്പെട്ടു പോയത് ചരിത്രമില്ല എന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെക്കുന്നു. അവിടുന്ന് തുടർന്ന് പറഞ്ഞ് അവസാനം പറയുന്നത്, വമാ അലിംതു അഹദൻ മിൻ സലഫിൽ മുസ്ലിമീന അമറ അഹദൻ മിൻ നിസാഇഹി ബിഇതിയാനി ജുമുഅത്തിൻ വലാ ജമാഅത്തിൻ മിൻ ലൈലിൻ വലാ നഹാർ. മുൻഗാമികളായ സലഫു സ്വാലിഹീങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒരാൾ അവരുടെ ഭാര്യമാരോട് രാത്രിയിലോ പകലിലോ ജുമുഅക്കോ ജമാഅത്തിനോ വേണ്ടി പള്ളിയിലേക്ക് വരാൻ വേണ്ടി നിർദ്ദേശിക്കുകയോ കൽപ്പിക്കുകയോ ചെയ്ത ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. വലൗ കാന ലഹുന്ന ഫീ ദാലിക ഫളുൻ അമറൂഹുന്ന ബിഹി വഅദിനൂ ലഹുന്ന ഇലൈഹി, അങ്ങനെ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകുന്നതിന് വല്ല ശ്രേഷ്ഠതയും ഉണ്ടായിരുന്നു എങ്കിൽ സലഫു സ്വാലിഹീങ്ങളായ മഹാന്മാർ, സ്വഹാബത്തും താബിഉകളും അഇമ്മത്തു മുജ്തഹിദീങ്ങളും അവരാരെങ്കിലും ഒരാൾ അവരുടെ ഭാര്യമാരോട്, അവരുടെ പെൺമക്കളോട് പള്ളിയിലേക്ക് പോകാൻ കൽപ്പിക്കുകയും അവർക്ക് സമ്മതം കൊടുക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ സ്ത്രീകൾക്ക് അങ്ങനെ പള്ളിയിലേക്ക് ജുമുഅ ജമാഅത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു പോകുന്നത്, പരപുരുഷന്മാർ പങ്കെടുക്കുന്ന ജുമുഅ ജമാഅത്തിന് വേണ്ടി പോകുന്നത് അവർക്ക് യാതൊരുവിധ പുണ്യവും ഇല്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ഇഖ്തിലാഫുൽ ഹദീസിൻ്റെ 145, 146 പേജുകളിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ, അവിടുത്തെ പെൺമക്കൾ, അവിടുത്തെ വീട്ടിലെ സഹോദരിമാർ ആരും ഇസ്ലാമിൻ്റെ ആദ്യകാലത്താണെങ്കിലും അതുപോലെ തങ്ങളുടെ കാലശേഷമാണെങ്കിലും ഒരു സമയത്തും അവരാരും പള്ളിയിലേക്ക് പോയിട്ടില്ല എന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. അത്തൗഹീദ് മാസികയിൽ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള മഹാപണ്ഡിതനാണ് എന്ന് പരിചയപ്പെടുത്തിയ വഹാബി പ്രസ്ഥാനം, ആ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ ഉസ്താദാണ്, ഗുരുവര്യരാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. പക്ഷേ ആ ലക്ഷക്കണക്കിന് ഹദീസുകൾ മനപ്പാടമുള്ള ഉസ്താദായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന് പോലും ഇങ്ങനെ ഒരു സംഭവം കാണുകയോ കേൾക്കുകയോ ചരിത്രത്തിൽ എവിടെ നിന്നും ലഭിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് ഇതിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങൾ ഈ വിഷയം ഉദ്ധരിക്കുന്നത് ഇമാം ഷാഫി തങ്ങളിൽ നിന്നാണ്. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് മുജാഹിദ് പ്രസ്ഥാനം തന്നെ എഴുതി വെക്കുന്നത് മുജാഹിദ് സംസ്ഥാന സമ്മേളന സുവനീർ,
ആ സുവനീറിൽ ലേഖകൻ എഴുതുന്നത് കഴിഞ്ഞ 14 നൂറ്റാണ്ടിലെ ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും വലിയ പണ്ഡിതനായി എനിക്ക് തോന്നുന്നത് ഇമാം ഷാഫിയാണ്. കഴിഞ്ഞില്ല, അദ്ദേഹത്തിൻ്റെ കിതാബുൽ ഉമ്മ്, റിസാല പോലുള്ള ഗ്രന്ഥങ്ങൾ അന്നത്തെ കാലത്ത് രചിക്കുക എന്നത് ചെറിയ കാര്യമല്ല. ഇത്രയധികം വൈജ്ഞാനിക സേവനങ്ങൾ മുസ്ലിമീങ്ങൾക്ക് ചെയ്ത മറ്റൊരാളില്ല. ഇത് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് മുജാഹിദുകൾ എഴുതി വച്ചതാണ്. അപ്പോൾ അത്രമാത്രം വിജ്ഞാനം മുസ്ലിമീങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്ത ആ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ആണ് പറയുന്നത്, ഇങ്ങനെ സ്ത്രീകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ, മക്കൾ ഇവരാരും ജുമാ ജമാഅത്തുകൾക്ക് വേണ്ടി രാവോ പകലിലോ പോയിട്ടില്ല എന്ന് മഹാനായ ഇമാം ഷാഫി തങ്ങളാണ് പറയുന്നത്. മാത്രമല്ല ഷാഫി ഇമാം അതിന് ശേഷം ഒരു കാര്യം കൂടി ഇഖ്തിലാഫുൽ ഹദീസിൽ തന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് മാ അലിംതു അഹദം മിനൽ മുഫ്തീന, ലോകത്ത് കഴിഞ്ഞ ഒരു മുഫ്തിയെയും ഞാൻ ഇന്നവരെ അറിഞ്ഞിട്ടില്ല, യുഖാലിഫു അവര് അഭിപ്രായം പ്രകടിപ്പിക്കുന്നതായിട്ട് അറിയില്ല. എന്തില്? ഫി അൻ ലൈസ ലിർറജുലി അൽ ഇദ്നു ലിംറഅതിഹി ഇലാ ജുമുഅത്തിൻ വലാ ജമാഅത്തിൻ, തൻ്റെ ഭാര്യയ്ക്ക് പള്ളിയിലേക്ക് ജുമുഅക്കോ ജമാഅത്തിനോ പോകുന്നതിന് സമ്മതം കൊടുക്കാൻ പാടില്ല എന്ന കാര്യത്തിൽ ഒരു എതിരഭിപ്രായം പെടുന്ന ഒരു മുഫ്തിയും ലോകത്തുള്ളതായിട്ട് ഞാൻ അറിയില്ല എന്നുകൂടി ഇമാം ഷാഫി തങ്ങൾ ആ ഇഖ്തിലാഫുൽ ഹദീസിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ആദ്യകാലത്തൊക്കെ പോയി എന്ന് പറഞ്ഞ ചില സംഭവങ്ങളൊക്കെ നമ്മൾ ഉദ്ധരിക്കും മറുപടിയും പറഞ്ഞിരുന്നു. ആ സംഭവങ്ങളിൽ പോലും അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരില്ല, അവിടുത്തെ മക്കളില്ല, അവിടുത്തെ വീട്ടുകാരില്ല എന്ന കാര്യം സ്പഷ്ടമാണ്. സ്ത്രീകൾ ജുമാ ജമാഅത്തിന് വേണ്ടി പള്ളികളിലേക്ക് പോകാൻ പാടില്ല എന്നതിന് വളരെ കൃത്യമായ വിശദീകരണങ്ങൾ നമ്മളിവിടെ നൽകി. ഇത് നാം പറയുമ്പോൾ സാധാരണ ഉയർന്നു വരുന്ന ഒരു സംശയമാണ്, അങ്ങനെയാണെങ്കിൽ വഅളിൻ്റെ മജ്‌ലിസുകളിലേക്ക്, അതുപോലെ മഹാന്മാരാകുന്ന അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങളുടെയൊക്കെ മഖ്ബറകളിലേക്ക് സിയാറത്തിന് വേണ്ടി സ്ത്രീകൾ പോകാറുണ്ട്. ഇതിനെ വിമർശിച്ച് ഇതും ഈ പരിധിയിൽ പെടേണ്ടതല്ലേ എന്ന സംശയം പലപ്പോഴും പലരും ഉന്നയിക്കാറുണ്ട്. അതിനും കൂടി നമ്മുടെ ഈ ടോക്ക് സീരീസിൽ നിവാരണം കണ്ടെത്തേണ്ടതുണ്ട്. സയ്യിദ് അൻവർ സാദാത്ത് സഅദി അൽ അർഷദി ഇവിടെ ഉന്നയിച്ച ചോദ്യം പലപ്പോഴായി നമ്മൾ വഹാബി പക്ഷത്ത് നിന്ന് കേൾക്കുന്ന ഒരു ചോദ്യം. പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നതിനാണ് നിങ്ങൾക്ക് പ്രശ്നം, വാളിൻ്റെ മജ്‌ലിസുകളിൽ അതുപോലെ തന്നെ മഖ്ബറകളിൽ ഒക്കെ നിങ്ങൾ കൊണ്ടുപോകാറുണ്ടല്ലോ എന്ന്. ഇതേ ചോദ്യം മഹാന്മാരായ ഇമാമിയങ്ങളോട് ചോദിച്ചപ്പോൾ അതിന് മറുപടി പറഞ്ഞത് നമുക്ക് കിതാബുകളിൽ കാണാൻ കഴിയും. അതിൻ്റെ ആകത്തുക ഞാനിവിടെ പറയാം. സ്ത്രീകൾ പള്ളിയിൽ പോകുക എന്ന വിഷയം ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ. ഖുർആനും ഹദീസും അതുപോലെ തന്നെ ചരിത്ര ഗ്രന്ഥങ്ങളും എല്ലാം നിരാകരിച്ചതാണ്. എന്നു മാത്രമല്ല, സ്ത്രീകൾക്ക് വീടിൻ്റെ ഉള്ളാണ് ഉത്തമം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേസമയം ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ, ഇൽമ് പഠിക്കുക എന്നുള്ളത് എല്ലാ മുസ്ലിം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ നിർബന്ധമുള്ള കാര്യമാണ്. വാളിൻ്റെ മജ്‌ലിസിന് പോകുന്നത് ആ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ മഖ്ബറകളിൽ ഔലിയാക്കളുടെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒക്കെ മഖ്ബറകൾ സിയാറത്ത് ചെയ്യുന്നതിനെക്കുറിച്ച് അത് സുന്നത്താണ് എന്നാണ് മഹാന്മാരായ ഇമാമിങ്ങളെല്ലാം പഠിപ്പിച്ചത്. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിൽ അവിടെ ഇങ്ങനെ ഹറാമുകളും മറ്റുമൊക്കെ വരുന്നുണ്ടല്ലോ, ഇഖ്തിലാത്തുണ്ടാകുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പരിപാടിയെ നിർത്താൻ പാടില്ല. മറിച്ച് മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളോട് ചോദിക്കുന്ന ചോദ്യവും അതിനുള്ള മറുപടിയും അൽ ഫതാവൽ കുബ്ര അൽ ഫിഖ്ഹിയ എന്ന ഈ ഗ്രന്ഥത്തിൻ്റെ 2-ാം വാള്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. വസുഇല റളിയല്ലാഹു അൻഹു അൻ സിയാറത്തി ഖുബൂരിൽ ഔലിയാഇ
في زمن معين مع الرحلة إليها هل يجوز مع أنه يجتمع عند تلك القبور مفاسد كثيرة كاختلاط النساء بالرجال. ഇങ്ങനെ തുടങ്ങിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ അതിനെ വെടിയുകയല്ലേ വേണ്ടത്? മഹാനവറുകൾ അതിന് അജാബ മറുപടി പറയുകയാണ്, വമാ അശാറ ഇലൈഹി സായിലു മിൻ തിൽക്കൽ ബിദ്അ അവിൽ മുഹറമാത്ത്. അത്തരം നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടായേക്കാവുന്ന അനിസ്ലാമികമായ കാര്യങ്ങൾ ഫൽ ഖുർബാതു ലാ തുത്രകു ലിമിസ്ലി ദാലിക, അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഈ പരിപാടി അപ്പാടെ നിർത്തിവെക്കണം എന്ന് പറയാൻ പാടില്ല. മറിച്ച് ഹറാമായ കാര്യങ്ങളെ എതിർക്കുകയും അതിനെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം. ബൽ അലൽ ഇൻസാനി ഫഅലുഹ, അത്തരം ഖുർബത്തുകൾ ചെയ്യുകയും വ ഇൻകാറുൽ ബിദ്അ, അത്തരം ബിദ്അത്തുകൾ അതിലുണ്ടായേക്കാവുന്ന അത്തരം ഹറാമുകൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുകയുമാണ് ചെയ്യേണ്ടത് എന്നാണ്. ബൽ വ ഇസാലത്തുഹ, അതിനെ നീക്കുകയാണ് വേണ്ടത്. ഇൻ അംകനഹു, അതിന് സാധിക്കുമെങ്കിൽ. എന്നിട്ട് മഹാനവറുകൾ വിശദീകരിക്കുന്നുണ്ട്, വഖദ് ദക്കറൽ ഫുഖഹാഉ ഫി ത്വവാഫിൽ മൻദൂബി ഫളലൻ അനിൽ വാജിബി അന്നഹു യുഫഅലു വലൗ മഅ വുജൂദിൻ നിസാ. ത്വവാഫിൻ്റെ സമയത്ത് അത് സുന്നത്തായ തവാഫാണെങ്കിൽ പോലും സ്ത്രീകൾ ഉണ്ടെങ്കിലും ആ തവാഫ് നിർവഹിക്കുകയാണ് വേണ്ടത്. ലാക്കിൻ അമറൂഹു ബിൽ ബുഅദി അൻഹുന്ന, സ്ത്രീകളോട് വിദൂരത്തേക്ക് പോകാൻ കൽപ്പിക്കുകയാണ് വേണ്ടത്. ഫകദ സിയാറത്തു യഫ്അലുഹാ, സിയാറത്തും ചെയ്യേണ്ടതാണ്. ലാക്കിൻ യുബ്അദു അൻഹുന്ന വയുൻഹാ അമ്മാ യറാഹു മുഹറമൻ എന്ന് പറഞ്ഞാൽ അവിടെ ഹറാമായ കാര്യങ്ങൾ ഒഴിവാക്കുകയും ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയുമാണ് വേണ്ടത് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ സ്ത്രീ പള്ളി പ്രവേശവും സിയാറത്തും തമ്മിൽ പൊതുവിൽ തന്നെ വ്യത്യാസമുണ്ട്. അടിസ്ഥാനപരമായിട്ട് തന്നെ തേടപ്പെടാത്തൊരു കാര്യമാകയാൽ സ്ത്രീ പള്ളി പ്രവേശം എന്ന സംഗതി നമ്മൾ അത് ഉപേക്ഷിക്കേണ്ടതാണ് എന്നും, അതേസമയത്ത് ഇസ്ലാം ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ച സുന്നത്തോ നിർബന്ധവുമായി നിർദ്ദേശിച്ച കാര്യങ്ങളിൽ വല്ല അനിസ്ലാമികതയും വരികയാണെങ്കിൽ ആ അനിസ്ലാമികതയാണ് നീക്കേണ്ടത്, ആ പ്രവൃത്തി നിർത്തിവെക്കേണ്ടതില്ല. അതിന് ത്വാഫിൻ്റെ ഉദാഹരണം പറഞ്ഞു. ഒന്നുകൂടി സിമ്പിളായിട്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളെ വീടുകളിലൊക്കെ കല്യാണം നടക്കും, കല്യാണത്തിൻ്റെ സദ്യകൾ നടത്തും, അതൊക്കെ സുന്നത്തായ കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ അനിസ്ലാമികമായ വല്ല കാര്യങ്ങളും നടക്കുമ്പോൾ എന്നാൽ പിന്നെ ആ സദ്യയും കല്യാണവും നിർത്തിവെക്കുക എന്നല്ല തീരുമാനിക്കേണ്ടത്. എലിയെ പേടിച്ച് ഇല്ലം ചുടുകയല്ല വേണ്ടത്, മറിച്ച് ആ അനിസ്ലാമികത മാറ്റിവെക്കുക, കല്യാണം നടത്തുക. അപ്പോൾ ഇത് രണ്ടും കൃത്യമായിട്ട് വ്യത്യാസമുണ്ട്. വിശുദ്ധ ഖുർആനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളും ഇമാമുന ശാഫിഈ റഹിമഹുല്ലാ അവർ മഹാനവറുകൾ അടക്കമുള്ള കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെയും മറ്റു ധാരാളം പണ്ഡിതന്മാരുടെയും ഉദ്ധരണികൾ, തെളിവുകൾ ഇവിടെ നമ്മൾ ഇത്രയും സമയം നിരത്തിവെച്ചു. എന്തിന്? സ്ത്രീകളുടെ പരപുരുഷന്മാർ പങ്കെടുക്കുന്ന ജുമാ ജമാഅത്തുകൾ പാടില്ല എന്ന് പറയാൻ വേണ്ടി. അപ്പോൾ സ്വാഭാവികമായും ഇത്രമേൽ പ്രമാണങ്ങളാൽ സ്ഥിരപ്പെട്ട ഒരു കാര്യം എങ്ങനെയാണ് പിന്നെ നമ്മുടെ കേരളത്തിൽ പൊട്ടിമുളച്ചത്? അത് എന്നാണ് വന്നത്? അതിൻ്റെ നാൾ വഴികൾ അതെങ്ങനെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നതിനെ കൂടി നമ്മളൊന്ന് പരിചയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഖുർആൻ്റെയും ഹദീസിൻ്റെയും മറ്റു പ്രമാണങ്ങളുടെയും പിന്തുണ ഒരിക്കലും ഇതിനില്ല എന്നത് 100 വട്ടം ബോധ്യപ്പെട്ടു. പിന്നെ എവിടെ മുതലാണ് ഇത് തുടങ്ങിയത് എന്നുള്ളതാണ് നമ്മളൊന്ന് പരിശോധിക്കേണ്ടത്. വിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ മുഴുവനും ഉദ്ധരിച്ച് നമ്മൾ സ്ത്രീ ജുമാ ജമാഅത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ സമർത്ഥിച്ചു. എന്നാൽ ഈ കേരളക്കരയിലേക്ക് സ്ത്രീകളെ ജുമാ ജമാഅത്തുകളിലേക്ക് വലിച്ചു കൊണ്ടുവരപ്പെട്ടതും ആ ഒരു സമ്പ്രദായം തുടങ്ങി വെച്ചതും ഇന്നത്തെ പുത്തൻ പ്രസ്ഥാനക്കാരാണെന്ന വിഷയത്തിൽ നമുക്കാർക്കും തർക്കമില്ല. എന്നാൽ ഈ പുത്തൻ പ്രസ്ഥാനം കേരളക്കരയിലേക്ക് ആദ്യമായി കടന്നു വരുന്നത് 1921 ശേഷമാണല്ലോ. 1922 ഐക്യസംഘം രൂപീകരിച്ച് അവർ സംഘടനയൊക്കെ രൂപീകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയ ആ കാലഘട്ടത്തിൽ സ്ത്രീകളെ പള്ളിയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. കൊണ്ടുവരണമെന്ന വാദവും അവർക്കുണ്ടായിട്ടില്ല. 1930കളിലും 35ലും 40ലും അവർ സ്ത്രീകളെ പള്ളിയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. അങ്ങനൊരു വാദം അവർക്കുണ്ടായിരുന്നില്ല. പിന്നീട് 1946 കാലങ്ങളിലാണ് മുജാഹിദുകൾ സ്ത്രീകളെ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങിയത്. ഈ കാര്യം
മുജാഹിദുകൾ തന്നെ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 1995 ഇറങ്ങിയ മാർച്ച് മാസത്തിൽ ഇറങ്ങിയ പുടവ മാസിക, ആ പുടവ മാസികയാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതിൽ 2 സ്ത്രീകൾ അവർ പരിചയപ്പെടുത്തുന്നത് ഈ പാദ ധന്യം എന്ന പേരിലാണ്. കേരളത്തിൽ ആദ്യമായി അള്ളാഹുവിൻ്റെ പള്ളിയിൽ പോയി ആരാധനാകർമ്മങ്ങളിൽ പങ്കെടുത്ത 2 മുസ്ലിം വനിതകളെ ഇവിടെ പരിചയപ്പെടാം എന്ന് പറഞ്ഞ്, ഒന്ന് വെള്ളാറമ്പാറ ഖദീജക്കുട്ടി, 2 PK ആമിന. ഇങ്ങനെ ഈ 2 സ്ത്രീകളാണ് ആദ്യമായി കേരളത്തിൽ പള്ളിയിലേക്ക് പോയത്. ഇത് തന്നെ മലപ്പുറം ജില്ലയിലെ ഒതായിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇതിന് ആധാരമാകുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വലിയ നേതാവായിരുന്ന ജനാബ് MCC അഹമ്മദ് മൗലവി. അദ്ദേഹം സ്ത്രീകൾ പള്ളിയിലേക്ക് പോകൽ നിർബന്ധമാണ് എന്ന വാദഗതിയുമായി രംഗത്ത് വന്നു. മുജാഹിദിൻ്റെ വലിയ നേതാവാണ് അദ്ദേഹം. ഈ വാദവുമായി അദ്ദേഹം രംഗത്ത് വന്നപ്പോൾ അതിനെ നഖശിഖാന്തം എതിർത്ത് രംഗത്ത് വന്നത് ആരായിരുന്നു? മുജാഹിദ് പണ്ഡിത സഭയുടെ പ്രസിഡൻ്റായിരുന്ന ഉമർ മൗലവി ആയിരുന്നു. ഉമർ മൗലവി മൂസ മൗലവിയുടെ പത്രാധിപത്യത്തിൽ ഇറങ്ങുന്ന അൽമനാർ, ആ അൽമനാറിൽ ഇതിനെതിരെ ലേഖനം എഴുതിയിട്ടുണ്ട്. 1953 കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ അൽമനാറിൽ ആരാണ് മുബത്തദിയോകൾ എന്ന ശീർഷകത്തിലൊരു ലേഖനമുണ്ട്. ആ ലേഖനത്തിൽ ആ ലേഖകൻ എഴുതുന്നത് പെണ്ണുങ്ങൾ പള്ളിയിൽ പോകുന്നതിനെ നിരുത്സാഹപ്പെടുത്തിയിട്ടാണ്. അവർ പറയുന്നുണ്ട്, വളരെ പ്രതിബന്ധങ്ങൾ ഉള്ളവരാണവർ. ചിലപ്പോൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആർത്തവമുണ്ടായെന്നു വരാം. അത് പള്ളിയിൽ വെച്ചായാൽ പള്ളി വൃത്തികേടാകും എന്നതു മാത്രമല്ല, ആ മാനക്കേട് സഹിക്കാൻ അവർക്ക് കഴിയുകയുമില്ല. അവർ അത്രയും അബലകളും ചബലകളുമാണ്. ഇത് എഴുതി വെക്കുന്നത് മുജാഹിദുകളാണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, MCC മൗലവിയുടെ ഈ നിർബന്ധമാണെന്ന വാദത്തെ മുനയൊടിച്ചുകൊണ്ട് ഉമർ മൗലവി ലേഖനം എഴുതിയിട്ടുണ്ട്. ആ ലേഖനത്തിൻ്റെ പേര് തന്നെ ജനാബ് MCC അഹമ്മദ് മൗലവിയുടെ പുതിയ വാദങ്ങൾ എന്നാണ്. അതിൽ അദ്ദേഹം എഴുതി വെക്കുന്നത്, ആകയാൽ നമ്മുടെ മൗലവി സാഹിബ് പറയുന്നത് പോലെ ചില ഉലമാക്കളല്ല സകല ഉലമാക്കളും വുജൂബില്ല എന്ന് പറഞ്ഞവരാകുന്നു. സകല ഉലമാക്കളും വുജൂബില്ല എന്ന് പറഞ്ഞവരാകുന്നു എന്ന് തെളിഞ്ഞിരിക്കുന്നു. പിന്നീട് അദ്ദേഹം ഈ MCC അഹമ്മദ് മൗലവി സുന്നത്താണെന്ന വാദവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അവിടെയും ഉമർ മൗലവി പറയുന്നത്, സുന്നത്തുണ്ടെന്ന് ഉലമാക്കൾ പറഞ്ഞു എന്ന് മൗലവി സാഹിബ് വാദിക്കുന്നുണ്ട്. അതായത് MCC മൗലവി വാദിക്കുന്നുണ്ട്. ഇമാമുകളുടെ കിതാബുകളിൽ നിന്ന് അത് തെളിവുദ്ധരിച്ചുകൊണ്ട് കാണിച്ചു തരുവാൻ അദ്ദേഹത്തിന് സാധിക്കുമോ? MCC മൗലവിയെ ഉമർ മൗലവി വെല്ലുവിളി സ്വരത്തിലാണ് ഇത് എഴുതുന്നത്. അപ്പോൾ ഉമർ മൗലവി തന്നെ ഈ സുന്നത്താണെന്ന വാദത്തെയും നിർബന്ധമാണെന്ന വാദത്തെയും നഖശിഖാന്തം എതിർത്തുകൊണ്ടാണ് ലേഖനം എഴുതുന്നത്. അതുപോലെ പിന്നീട് ഉമർ മൗലവി ഇത് സുന്നത്താണെന്ന വാദവുമായി രംഗത്ത് വന്ന് പിന്നെ ഉമർ മൗലവി തന്നെ പറയുന്നുണ്ട്, സുന്നത്താണെന്ന വാദം ആണ് മുജാഹിദിനുള്ളത്, ഇതിനെതിരെ ഒരു വാദവും ഇതുവരെയും മുജാഹിദുകൾ എഴുതി വച്ചിട്ടില്ല എന്ന്. ഇങ്ങനെ സുന്നത്താണെന്ന വാദത്തെ എതിർത്തുകൊണ്ട് പറഞ്ഞ മുജാഹിദ് മൗലവി പിന്നെ അത് സുന്നത്താക്കിയിട്ട് ഞങ്ങൾ ഇതുവരെ അതിനെ എതിർത്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് മുജാഹിദ് മൗലവിമാരുടെ സ്ഥിരം വാദമാണ്. ഏത് ഇപ്പോൾ 1921 കാലഘട്ടങ്ങളിൽ ഇവിടെ കടന്നു വന്ന മുജാഹിദ് മൗലവിമാർ ഏതെല്ലാം നിയമങ്ങൾ അവർ രൂപീകരിച്ചിട്ടുണ്ടോ കൊണ്ടുവന്നിട്ടുണ്ടോ അതിലൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, ഓരോന്നെടുത്ത് വരെ തൗഹീദ് തന്നെ, തൗഹീദ് എടുത്ത് പരിശോധിച്ചാൽ തന്നെ എത്രയാണ് അവർക്ക് ചാഞ്ചല്യം വന്നത്. ഇങ്ങനെ ഓരോ അവരുടെ തറാവീഹ് എടുത്ത് പരിശോധിച്ചാൽ, റക്കാത്തുകളുടെ എണ്ണം എടുത്ത് പരിശോധിച്ചാൽ അതിലൊക്കെ ഇതേപോലെ തന്നെയാണ്. അതുപോലെ തന്നെയാണ് സ്ത്രീ ജുമാ ജമാഅത്തുമായി ബന്ധപ്പെട്ട് അവർക്കുള്ള വാദങ്ങളും. ഇപ്പോൾ അവർ ലാസ്റ്റ് സുന്നത്താണെന്നൊരു വിഭാഗം വാദിക്കുന്നു. മുമ്പ് 1997 പൈങ്ങോട്ടൂരിൽ വെച്ച് ഒരു സംവാദ വ്യവസ്ഥ ഉണ്ടായിരുന്നു. ആ സംവാദ വ്യവസ്ഥയിൽ കേവലം അനുവദനീയമാണ് എന്നാണ് അവർ എഴുതി വെച്ചത്. സുന്നത്താണെന്നോ നിർബന്ധമാണെന്നോ ഒന്നും വാദിക്കാൻ, കാരണം പ്രമാണങ്ങൾക്ക് മുന്നിൽ അവർക്ക് പിടിച്ചേക്കാൻ കഴിയില്ല. അപ്പം മുജാഹിദുകളുടെ ഈ പരിണാമമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്, ഇവരുടെ ഈ നിയമത്തിലുള്ള പരിണാമങ്ങൾ. അപ്പോൾ 1946 ശേഷമാണ് പെണ്ണുങ്ങളെ പള്ളിയിലേക്ക് കൊണ്ടുവരണമെന്ന വാദം
ആദ്യമായി കേരളത്തിൽ ഉടലെടുക്കുന്നത്. അതായത് അപ്പോൾ ഇവിടെ പറഞ്ഞു വച്ചതിൽ നിന്ന് മനസ്സിലാവുന്നത്, കേരളത്തിൽ ഇസ്ലാം ആദ്യമായിട്ട് എത്തിയതിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ കൊടുങ്ങല്ലൂർ പള്ളിയുടെ രേഖകളിലൊക്കെ നമ്മൾ കാണുന്നത് ഫി സനത്തി ഹംസിം മിനൽ ഹിജറ 5-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 58-ാമത്തെ വയസ്സിൽ തന്നെ കേരളത്തിലേക്ക് ഇസ്ലാം എത്തിയിട്ടുണ്ട് എന്നാണ്. അന്ന് ഇസ്ലാം എത്തിയ കേരളത്തിൽ അക്കാലമത്രയും നടന്നു വന്ന ഇസ്ലാമിക ആചാരങ്ങളിലോ മഖ്ദൂമി പാരമ്പര്യത്തിലോ കോഴിക്കോട് കാളിമാരുടെ പാരമ്പര്യത്തിലോ എവിടെയും സ്ത്രീ പള്ളി പ്രവേശനം നമ്മൾ കാണുന്നില്ല എന്ന് മാത്രമല്ല, ഈ മുറവിളി കാണുന്നത് 1946 ശേഷമാണ്. അപ്പം അത്രയും വലിയ 13-13.5 നൂറ്റാണ്ട് കാലം ഇവരുടെ ആദർശമായിട്ട് എവിടെയായിരുന്നു എന്ന വളരെ പ്രസക്തമായൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഇവിടുത്തെ പുത്തൻവാദികളാണ് മറുപടി പറയേണ്ടത്. മാത്രമല്ല, ഇവിടെ ഇപ്പോൾ ഈ അടുത്ത് ചാനലിന് അഭിമുഖം കൊടുത്ത് സംസാരിച്ച അനീഫ് കായക്കൂടി സംസാരിച്ചൊരു സംസാരമുണ്ട്. അദ്ദേഹം പറയുന്നത്, നമ്മൾ മുസല്ലൻ നിസാ പള്ളികളോട് ചേർന്ന് സ്ത്രീകളെ യാത്രക്കാർക്ക് നിസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ അത് മുജാഹിദിൻ്റെ പ്രവർത്തനത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ ഫലമാണെന്ന് അടിച്ച് കസർത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അതും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നമ്മളിവിടെ സംസാരിക്കുന്നതൊക്കെ ജുമ ജമാഅത്തുകൾക്ക് പരപുരുഷന്മാർ നടത്തുന്ന ജുമ ജമാഅത്തുകളിൽ സ്ത്രീ സംബന്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ലോകത്ത് ഇന്ന് എവിടെ നമ്മൾ യാത്ര ചെയ്താലും വിദേശ രാജ്യങ്ങളിലൊക്കെ യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം പ്രത്യേകമായിട്ട് അതിനുള്ള വഴി രേഖപ്പെടുത്തുകയും സൗകര്യപ്പെടുത്തുകയും വുളു എടുക്കാനുള്ള സൗകര്യപ്പെടുത്തുകയും അവർക്ക് നിസ്കരിക്കാനുള്ള ഖാനകളോ മുസല്ലൻ നിസാഹുകളോ സംവിധാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അതല്ല നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുള്ള വിഷയം. മറിച്ച് പരപുരുഷന്മാരോടൊപ്പമുള്ള ജുമ ജമാഅത്തുകൾക്കാണ്. മാത്രമല്ല, ഈ മുസല്ലൻ നിസാ എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ പോയിട്ട് ജനങ്ങൾ സ്ത്രീകളൊന്നായിട്ട് ജമാഅത്ത് നടത്താൻ വേണ്ടി പോകണം, അതിനു വേണ്ടിയിട്ട് ഉണ്ടാക്കപ്പെട്ട ഒരു ഗേഹം എന്ന നിലക്കുമല്ല. യാത്രയിലും സ്ത്രീകളുടെ നിസ്കാരം കള ആവരുത് എന്ന നിലക്ക് സംവിധാനിക്കപ്പെട്ടതാ. ഇത് പറയുമ്പോൾ വിദഗ്ധകാർ ഈ അടുത്തും അവരുടെ സോഷ്യൽ മീഡിയ ട്രോളുകളിൽ നമ്മൾ കണ്ടത്, അങ്ങനെയാണെങ്കിൽ ഈ മുസല്ലൻ നിസായിൽ നിസ്കരിക്കാൻ വരുന്ന സ്ത്രീകളൊക്കെ യാത്രക്കാരാ നിങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ടോ? അവിടെ അവരുടെ ടിക്കറ്റ് പരിശോധിക്കാൻ വേണ്ടി നിങ്ങൾ ആരെ സെക്യൂരിറ്റിനെ നിർത്തിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള ബാലിശമായ ചോദ്യങ്ങളൊക്കെ നമ്മൾ കേട്ടിരുന്നു. അങ്ങനെയുള്ള നിലവാരം കുറഞ്ഞ ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ ഇതിപ്പോൾ ആ ടിക്കറ്റിൻ്റെ വിഷയത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു വിഷയമല്ല. പള്ളിയിൽ പ്രവേശിക്കുന്ന പുരുഷനും സ്ത്രീക്കും ശുദ്ധി ഉണ്ടാവണമെന്നത് നിയമമാണ്. ജനാപത്തുകാരനായ പുരുഷൻ പള്ളിയിൽ വരരുത്, മെൻസസ്സുകാരിയ സ്ത്രീ പള്ളിയിൽ വരരുത്. ഇതൊക്കെ പരിശോധിക്കാൻ പള്ളിൻ്റെ ഗേറ്റിൽ നമ്മൾ ആളെ നിർത്തിയിട്ടല്ലല്ലോ അവരെ കയറ്റി വിടുന്നത്. മറിച്ച് അതൊക്കെ മുസ്ലിമിൻ്റെ വിശ്വാസതയുടെ ഭാഗമായിട്ട് നമ്മൾ കണ്ടെത്തുന്ന വിഷയമാണ്. അപ്പോൾ അത്തരം നിലവാരമില്ലാത്ത ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി അവിടെ ഒരു കാര്യം കൂടി ഞാൻ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, സ്ത്രീകളുടെ പെരുന്നാൾ നിസ്കാരത്തെക്കുറിച്ച്, പെരുന്നാളിന് സ്ത്രീകൾ പള്ളിയിൽ പോകുക അല്ലെങ്കിൽ ഇതുപോലെ ഈദ്ഗാഹുകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രവണത, അതും ബിദ്അത്തുകാരാണ് ഇവിടെ യഥാർത്ഥത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അത്തരത്തിൽ ആദ്യകാലത്ത് മുസ്ലിങ്ങളുടെ അംഗസംഖ്യയുടെ ഭാഗമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ സ്ത്രീകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈലുകാരികളായ സ്ത്രീകൾ നിസ്കാരത്തിൻ്റെ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ ഇതിൽ വന്നിട്ടുണ്ട്, പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട്, ദുആയിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ ചരിത്രങ്ങളൊക്കെയുണ്ട്. അതേസമയത്ത് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ ഉദ്ധരിക്കുന്ന ഒരു സംഭവം, അവിടുത്തെ മകൻ ഉപ്പയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഖാല അബ്ദുല്ലാഹ് ബിൻ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ മകൻ അബ്ദുല്ല എന്നിവര് ഉപ്പയോട് ചോദിക്കുകയാണ്. ഖാല മഹാൻ പറഞ്ഞു, സഅൽതു അബി, ഞാൻ എൻ്റെ ഉപ്പയോട് ചോദിച്ചു, അൻ ഖുറൂജിൻ നിസാഇ ഫിൽ ഈദി, പെരുന്നാളിന് പെണ്ണുങ്ങൾ പുറപ്പെടുന്നതിനെ സംബന്ധിച്ച് ഉപ്പാന്റെ നിലപാട് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഫഖാല, മഹാനായ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ, നേരത്തെ തങ്ങൾ ഉദ്ധരിച്ചു 10 ലക്ഷത്തോളം ഹദീസ് പഠിച്ച മഹാനാണ്. ആ മഹാൻ കൊടുത്ത മറുപടി, അമ്മാ ഫി സമാനിന ഹാദാ ഫല, നമ്മുടെ ഈ കാലത്ത് സ്ത്രീകൾ പെരുന്നാൾ നിസ്കാരത്തിനും പുറപ്പെടരുത്. എന്തേ കാര്യം? ലിഅന്നഹുന്ന ഫിത്ന, അവർ ഫിത്നയാണ്. എന്ന് വെച്ചാൽ അവരെ ചുറ്റിപ്പറ്റി ഫിത്നയുടെ മുറവിളി ഉണ്ടാകുക സ്വാഭാവികമാണ്, അതിൻ്റെ പ്രകൃതമാണ് എന്ന് മഹാനവറുകൾ മറുപടി കൊടുത്തത്. മഹാനവറുകൾ അഹ്കാമുൻ നിസാ ലിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ ആ ഗ്രന്ഥത്തിൻ്റെ 46-ാമത്തെ പേജിൽ കൃത്യമായി രേഖപ്പെടുത്തിയത് കൂടി ഇതിനോടനുബന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അൽഹംദുലില്ലാ, ഇത്രയും പറഞ്ഞ വിശദീകരണത്തിൽ നിന്ന് ഒരു കാര്യം ബോധ്യപ്പെട്ടു. സ്ത്രീകൾക്ക് പരപുരുഷന്മാർ പങ്കെടുക്കുന്ന ജുമുഅ ജമാഅത്തുകളിൽ പങ്കെടുക്കൽ നിഷിദ്ധമാണ്, പാടില്ല. അത് ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും മറ്റു പണ്ഡിതോദ്ധരണികളുടെയും വെളിച്ചത്തിൽ നാം മനസ്സിലാക്കി. എന്നാൽ അല്പം മുമ്പ് സോഷ്യൽ മീഡിയയിൽ നാം കണ്ട ഒരു ചെറിയ ക്ലിപ്പിൻ്റെ ശകലമുണ്ട്. പാണക്കാട് എന്നുള്ള ഒരു ബീവിക്കുട്ടി പറയുന്നത് കാണാം. അതൊക്കെ ചില ആളുകൾ ഉണ്ടാക്കിയതാണ്. പെണ്ണുങ്ങൾക്ക് പള്ളി പാടില്ല
പരപുരുഷന്മാരുമായി പങ്കെടുക്കുന്ന ഈ പള്ളികളിൽ പോകാൻ പാടില്ല എന്ന് അത് ഇപ്പോൾ കുറച്ച് ആളുകൾ ഉണ്ടാക്കിയതാണ് എന്നാണ് അവർ പറയുന്നത്. അതിൻ്റെ ഒരു വിശദീകരണം കൂടി നമ്മുടെ ഈ ടോക്ക് സീരീസിൽ ലഭിച്ചാൽ അത് കൂടുതൽ പ്രേക്ഷകർക്ക് ഉപകാരമാകും. അതുകൊണ്ട് അതിനെ കൂടിയുള്ളൊരു വിശദീകരണം പ്രതീക്ഷിക്കുന്നു. യഥാർത്ഥത്തിൽ ആ ബീവിയെ നാം കുറ്റപ്പെടുത്തേണ്ടതില്ല. അവർ പറഞ്ഞ ആശയം അത് അബദ്ധമാണ്. അറിവില്ലായ്മ കൊണ്ടോ അതല്ലെങ്കിൽ അവർ വളരുന്ന സാഹചര്യമോ അവർ പഠനം നടത്തുന്ന സ്ഥാപനങ്ങളുടെയോ സംവിധാനങ്ങളുടെയോ സാഹചര്യമൊക്കെ അനുസരിച്ച് ഇത്തരം ആശയങ്ങളിലേക്ക് എത്തിപ്പെട്ടതായിരിക്കുമെന്ന് നാം മനസ്സിലാക്കുന്നു. ആ ബീവി പറഞ്ഞത് പള്ളിയിലേക്ക് സ്ത്രീകൾ ജുമാ ജമാഅത്തിന് വേണ്ടി പോകാൻ പാടില്ല എന്ന ഒരാശയം പിന്നീട് ഉണ്ടായിത്തീർന്നതാണ് എന്നത് തീർത്തും ശരിയല്ല. നേരത്തെ നാം ഇവിടെ ചർച്ച ചെയ്തതുപോലെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് പള്ളിയിലേക്ക് ജമാഅത്തിന് വരാൻ വേണ്ടി സമ്മതം ചോദിച്ചു വന്ന സ്വഹാബി വനിതകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചയക്കുകയും നിരുത്സാഹപ്പെടുത്തുകയും വീട്ടിൽ വെച്ച് നിസ്കരിക്കണം എന്ന് അവരോട് കൽപ്പിക്കുകയും ചെയ്ത ഹദീസുകൾ നാം ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോ അവിടുത്തെ പെൺമക്കളോ അവിടുത്തെ വീട്ടിലെ മറ്റു സഹോദരിമാരോ ആരും തന്നെ പള്ളികളിലേക്ക് ജുമാ ജമാഅത്തിന് വേണ്ടി പോയിട്ടില്ല എന്ന് മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത് അതും നാം ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സഹോദരി പറഞ്ഞ ആശയം തീർത്തും അവരുടെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാണ്. അതല്ലെങ്കിൽ അവർ വളരുന്ന സാഹചര്യം, അവർ പഠിക്കുന്ന സാഹചര്യം, അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് ഉണ്ടായ ഒരാശയം മാത്രമാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ പണ്ഡിതന്മാരോ പരിശുദ്ധ ഖുർആനോ തിരുസുന്നത്തോ ഒരിക്കലും അതിന് പിൻഫലം നൽകുന്നില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും. പാണക്കാട് നിന്നുള്ള ആ കുട്ടിയുടെ ഒരു പ്രതികരണത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ അവിടെ എനിക്ക് പറയാനുള്ളതൊരു കാര്യമുണ്ട്. അതായത് നമ്മുടെ ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളെ ആവട്ടെ അവരെ നമ്മുടെ സുന്നി സിലബസിലുള്ള നമ്മുടെ മദ്രസകൾ സമസ്തയുടെ ഏത് വിഭാഗമാകട്ടെ മദ്രസാ സംവിധാനങ്ങൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട്. ആ മദ്രസാ സംവിധാനങ്ങളിൽ നമ്മുടെ കുട്ടികൾ പഠിക്കൽ ഇക്കാലത്ത് അനിവാര്യമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു സംഭവം കൂടിയാണ് ഇതിൽ നമുക്ക് ബോധ്യപ്പെട്ടത്. ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികൾ അവർ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്താണ് 5ാം ക്ലാസ്സിലെ പാഠപുസ്തകം ഞാൻ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ 5ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം എന്ന് പറയുന്ന അവരുടെ പാഠപുസ്തകത്തിൽ നമ്മൾ നേരത്തെ ഉദ്ധരിച്ച ഉമ്മു ഹുമൈദിനി സായിദ് എന്ന സഹോദരി വന്ന് നബിതങ്ങളോട് പള്ളിയിൽ സമ്മതം തേടിയതും നബിതങ്ങൾ നിരുത്സാഹപ്പെടുത്തി പറഞ്ഞയച്ചതുമായ സംഭവങ്ങളൊക്കെ കുട്ടികൾക്ക് മനസ്സിലാകുന്ന സരളമായ ഭാഷയിൽ വളരെ കൃത്യമായിട്ട് അതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെന്ന് പറഞ്ഞാൽ 10 11 പ്രായമുള്ളൂ. അപ്പോൾ ആ പ്രായത്തിൽ പോലും കുട്ടികൾക്ക് ഇത്തരം ആശയങ്ങൾ നമ്മുടെ മദ്രസാ സിലബസിലും വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രത്യേകിച്ച് സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ മദ്രസാ സംവിധാനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അത്തരം മദ്രസകളിലും അതിലെ സംവിധാനത്തിലുമാണ് നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ടത്. അതിനപ്പുറം അക്കാഡമിക് നിലവാരത്തിൻ്റെ പേരിലോ ഭൗതികമായ വിദ്യാഭ്യാസത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ വേണ്ടിയിട്ടോ സ്ത്രീ വിദ്യാഭ്യാസ മുന്നേറ്റം എന്നതിൻ്റെ ഒക്കെ പേരിൽ നമ്മുടെ പെൺകുട്ടികളെ ലിബറൽ പരിസരങ്ങളിൽ അലയാൻ വേണ്ടി നമ്മൾ വിട്ടാൽ അത് ചില ആപത്തുകളൊക്കെ വരുത്തും എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. അതോടൊപ്പം ഈ ചോദ്യകർത്താവായിട്ടുള്ള ആള് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എടുത്താൽ പൊങ്ങാത്ത ചോദ്യങ്ങൾ ചോദിച്ച് ഒരു അപായത്തിൽ പെടുത്തിച്ചതാണോ എന്നും ആ ചോദ്യത്തിൻ്റെ ഇതിൽ നിന്ന് നമുക്ക് തോന്നിപ്പോകുന്നുണ്ട്. കാരണം മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ സംഭവങ്ങളൊക്കെ എടുത്തു ഉദ്ധരിച്ചിട്ടാണ് ആ ചോദ്യകർത്താവ് ചോദിക്കുന്നത്. സത്യത്തിൽ ഇസ്ലാമിൻ്റെ നിദാന ശാസ്ത്രവുമായി ബന്ധപ്പെട്ടോ ഉസൂലുൽ ഫിഖ് കർമ്മശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങളുമായി ബന്ധപ്പെട്ടോ ഉള്ള അറിവിൻ കുറവ് കൊണ്ടുകൂടിയാണ് ആ ചോദ്യം. ശരിക്ക് മറിയം ബീവി റളിയല്ലാഹു അൻഹ പള്ളിയിലാവട്ടെ അല്ലാതിരിക്കട്ടെ അതിനെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നെടുത്ത് ഷാഫി മദ്ഹബിൽ നമുക്ക് ഇന്ന് ഒരു നിലപാട് പറയുക, അല്ലെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ശരീഅത്തിൽ ഒരു ആധികാരിക മസ്അല തീരുമാനിക്കുക എന്നത് നിദാനശാസ്ത്രത്തിനെതിരാണ്. മറിച്ച് നമ്മൾ ചെയ്യേണ്ടത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസും വിശുദ്ധ ഖുർആനും അതിന് ഇമ്മത്തിൻ്റെ വ്യാഖ്യാനങ്ങളുമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം തെളിവ്. ആ പ്രമാണങ്ങളാണ് ഇത്രയും നേരം നമ്മൾ ഉദ്ധരിച്ചത്. അത് മുഴുവനും സ്ത്രീ പള്ളി പ്രവേശത്തെ നിരുത്സാഹപ്പെടുത്തുന്നതോ നിരാകരിക്കുന്നതോ ഹറാമാകുന്ന ഘട്ടങ്ങളെയോ ഒക്കെ സവിസ്തരം പ്രതിപാദിച്ചതും അതിൻ്റെ വാതിലുകളെ അടക്കുന്ന രൂപത്തിൽ, തെറ്റായ അനിസ്ലാമികമായ രൂപത്തിൽ പോകുന്നതിൻ്റെ എല്ലാ വാതിലുകളെയും അടച്ചുകൊണ്ടുമാണ് അതിനെ സംബന്ധിച്ചുള്ള ഹദീസുകളും അയിമത്തും മൊത്തം സംസാരിച്ചിട്ടുള്ളത് എന്ന ആ ഒരു സംഗ്രഹമാണ് ഇത്രയും നേരം നടത്തിയ ചർച്ചയിൽ നമുക്ക് ഉരുത്തിരി വന്നിട്ടുള്ളത്. അൽഹംദുലില്ലാ, ഇതിൽ പങ്കെടുത്ത് ഗഹനമായ വിഷയങ്ങൾ അവതരിപ്പിച്ച നമ്മുടെ പണ്ഡിത സുഹൃത്തുക്കൾ, അർഷദി പണ്ഡിത സുഹൃത്തുക്കൾക്കൊക്കെ എല്ലാവിധ അഭിവാദ്യങ്ങളും നന്ദിയും അറിയിക്കുകയാണ്. ഞങ്ങളുടെ ഈ പ്രോഗ്രാം വീക്ഷിച്ച ഞങ്ങളുടെ പ്രേക്ഷകർ ഞങ്ങളുടെ എല്ലാ സന്തോഷങ്ങളും നിങ്ങൾ അറിയിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കൂടി ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.